പവിത്രമായ പുണ്യമായ റമദാനിന്റെ പരിശുദ്ധിയുടെ ദിനങ്ങളെ ഞങ്ങളോട് വിട പറയുമ്പോ തൗബയുടെ കവാടം ഞങ്ങളെ വിളിക്കുകയാണ് അല്ലാഹ്. തൗബയുടെ കവാടം ഞങ്ങളെ വിളിക്കുകയാണ് റബ്ബേ. തൗബയുടെ കവാടം ഞങ്ങളെ വിളിക്കുകയാണ് അല്ലാഹ്. അല്ലാഹുവേ, തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇന്നലെ മുഅ്മിനീങ്ങളെ നമ്മൾ പഠിച്ചെടുത്ത ഒരു ദുആ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ സയ്യിദിനാ അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആണ്. എല്ലാവരും ഒരു 3 തവണ ദുആ 2 കയ്യും ഉയർത്തി പിടിച്ച് ദുആനെ اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. എല്ലാവരും മുഖം തടവി കൈയൊക്കെ തടവി. അൽഹംദുലില്ലാഹ്. ഇന്നലെ നമ്മൾ പഠിച്ചെടുത്ത ദുആ ആണ് അല്ലേ? ഓർമ്മയില്ലേ? വളരെ പ്രധാനപ്പെട്ട ദുആ ആണത്. ഏതാണ്? അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം മിനത് തവ്വാബീൻ, പക്ഷാതാപിച്ചു മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ, അഥവാ തൗബ ചെയ്ത് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. വജഅൽനാ മിനൽ മുതതഹിരീൻ. അവിടെയാണ് ഇന്ന് നമ്മുടെ വിഷയം ചർച്ച ചെയ്യുന്നത്. വജഅൽനാ മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. വൃത്തിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. വെടിപ്പുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. ചൊറുക്കുള്ളവരുടെ കൂട്ടത്തിൽ, അഥവാ അകവും പുറവും ഖൈനായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. വജഅൽനാ മിനൽ മുതതഹിരീൻ. അതാണ് നമ്മുടെ ചർച്ച. ഇന്നലെ നമ്മള് ഈ ദുആ ഇനി എത്ര പ്രത്യേകത പറഞ്ഞു? എത്ര പ്രത്യേകത പറഞ്ഞു? എത്ര പ്രത്യേകത പറഞ്ഞു? ഓർമ്മണ്ടോ? ഇന്നലെ ഈ ദുആയിന് എത്ര പ്രത്യേകത പറഞ്ഞു? 5 പ്രത്യേകത. നോട്ട് പുസ്തകം എടുത്ത് നോക്കി അറിയാം. ഒന്ന്, സമയം നമുക്ക് കുറവാണ്, ഓടിച്ചിട്ട് പോകണം. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുആ ചെയ്തു എന്ന പ്രത്യേകത. രണ്ടോ, മലക്കുൽ ആമീൻ പറയുന്നു എന്ന പ്രത്യേകത. മൂന്നോ, തെറ്റുകുറ്റങ്ങളെ ഏടിൽ നിന്നും മായ്ച്ചു കളയുമെന്ന പ്രത്യേകത. നാലോ, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് ഉത്തരം നൽകുമെന്ന പ്രത്യേകത. അഞ്ചോ, മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിക്കൂല എന്ന 5 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അടങ്ങിയ വലിയ ഹൈ പവറുള്ള ദുആ. അതാണ് തൗബയുടെ കവാടം എന്ന വിഷയം നമ്മൾ വിളിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഇനി ഒന്നാമത്തെ നമ്മൾ ചർച്ച ചെയ്തു. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. തൗബ ചെയ്യണമെങ്കിൽ അതിന് ചിലതായ കണക്കുകളുണ്ട്. എങ്ങനെ തൗബ ചെയ്യേണ്ടത്? എങ്ങനെ തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യുമ്പോ ആ തൗബക്കുള്ള കുറെ ഷർത്തുകളുണ്ട്. തൗബയുടെ ഷർത്തുകളുണ്ട്. തൗബക്കുണ്ട് ഷർത്തുകൾ. വെറുതെ തൗബ ചെയ്യാൻ പറ്റുമോ? തൗബ തൗബയായിട്ട് സ്വീകരിക്കണമെങ്കിൽ, തൗബ തൗബയായി സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ ഷർത്തുകളും മാനദണ്ഡങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന 27 രാവിന് നമുക്ക് തൗബ ചെയ്യുമ്പോൾ അതിന്റെ തലേ ദിവസം ഞാനത് പറഞ്ഞു തരും. തൗബയുടെ ഷർത്തുകൾ എന്താണ് എന്നുള്ളത്. ഇന്ന് 23-ാം രാവാണ്. ഇന്ന് രാത്രി 23-ാം രാവ് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച 23-ാം രാവാണ് ഇന്നത്തെ രാവ്. 23-ാം രാവിന് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ ദിക്റിലും നാരിയത്തു സ്വലാത്തിന്റെ മജ്ലിസിലും എല്ലാവരും ഇന്ന് പങ്കെടുക്കണം. ഇതെല്ലാവരും സ്റ്റാറ്റസ് വെക്കുക. എല്ലാവരും
കഴിഞ്ഞ 21 രാവിലെ പങ്കെടുത്തതുപോലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വീട്ടിന്റെ അകത്തിരുന്ന് ആമീൻ പറയുന്ന പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് എന്റെ റമളാൻ നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, നിങ്ങളും കുടുംബസമേതം പങ്കെടുക്കണം. ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയാൽ ആ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും 3 വട്ടം ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പറഞ്ഞ തന്നെ ചിലപ്പോൾ അള്ളാഹു അത് പങ്കെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരും. അല്ലെങ്കിൽ നമ്മൾ പറയും, എന്റെ മാളെ ഞാൻ അത് അവിടെ പോയി വിളയേറി. അപ്പോ അതൊരു ഭാഗ്യാണ്, അതൊരു ഭാഗ്യാണ്. എല്ലാരും പറയും ആ മാഷാ അല്ലാഹ്, ഉറക്കെ പറങ്ങളെ അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ ലിങ്കുകള് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ലിങ്ക് ചുരുങ്ങിയതൊരു 11 ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വകയായിട്ട് മറ്റുള്ളവര് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഒരു കൂലി കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കാരണം ഒരാള് 23 രാവിലെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാല് അതിന്റെ ഒരു കൂലി കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പ് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. തൗബ, രണ്ടാമത്തെ ദുആ. ആ ദുആ അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീൻ. ശുദ്ധിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ശുദ്ധിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വൃത്തിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആയിരുന്നു. എന്ത് വൃത്തി എന്നുള്ളത് മുത്തുനബി എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന സംഗതിയാണ്. എപ്പോഴും മുത്തുനബി അല്ലാഹുവിനോട് ദുആ ആയിരിക്കും, വജഅൽനാ മിനൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ, വൃത്തിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതാണ്. ഇത് മുത്തുനബി നേരിട്ട് ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ വൃത്തിക്ക് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നമ്മുടെ ശരീരം വൃത്തിയാവണം, നമ്മുടെ മനസ്സ് വൃത്തിയാവണം, നമ്മുടെ ശരീരം വൃത്തിയാവണം, നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയാവണം, ചെരുപ്പ് വൃത്തിയാവണം, ധരിക്കുന്നതും കഴിക്കുന്നതുമെല്ലാം അല്ലാഹു നമുക്ക് നൽകിയത് എന്തുണ്ടോ അതെല്ലാം വൃത്തിയോടെ കൊണ്ടു നടക്കുന്നവരാണ്. അത് മുത്തുമുഅ്മിനീങ്ങളുടെ അടയാളമാണ്. ഈ റമളാൻ നിലാവിന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, ബാപ്പമാരോട്, നിങ്ങൾ എന്ത് സംരംഭമാണോ ചെയ്യുന്നത്, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും, ഏത് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം ഒരു വൃത്തി എന്നുള്ള മാനദണ്ഡം നിങ്ങളെ കൊണ്ട് നടക്കണേ പ്രിയപ്പെട്ടവരെ. ശരീരം നമ്മൾ നല്ലതുപോലെ വൃത്തിയായി കൊണ്ട് നടക്കണം, ഖൽബ് വൃത്തിയായി കൊണ്ട് നടക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹൃദയം നിങ്ങൾ വൃത്തിയായി കൊണ്ട് നടക്കണേ സ്വഹാബാ. ഹൃദയം നിങ്ങൾ വൃത്തിയായി കൊണ്ട് നടക്കണേ സ്വഹാബാ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നോട്ടം. നളറല്ലാഹു ഇലൽ ഖുലൂബ് യൻദുറുല്ലാഹു ഇലൽ ഖുലൂബ്. അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നതാണ്. അല്ലാഹു ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നോക്കുന്നതാണ്. ആ ഹൃദയം ശുദ്ധിയാകണേ അനസേ. അതുകൊണ്ട് എപ്പോഴും നീ ആ ദുആ ചെയ്യണേ. തൗബയുടെ കവാടത്തിലേക്ക് നമ്മൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തൗബയുടെ ചിറക് വെച്ചുകൊണ്ട് നമ്മൾ പാറിപ്പോവുകയാ. തൗബയുടെ കവാടത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ ഞാൻ നിങ്ങളെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ ഖൽബ് ശുദ്ധിയാവലാണ്, നമ്മുടെ മനസ്സ് ശുദ്ധിയാവലാണ്. സ്വഹാബാ, എങ്ങനെയാ
നമ്മുടെ കൽബ് ശുദ്ധിയാക്കുക, എങ്ങനാ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കൽ, എങ്ങനാ നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കൽ എങ്ങനെയാണ്? ചളി പുരണ്ട ഡ്രസ്സിൽ നമ്മൾ കോറക്സ് പുരട്ടിയാൽ, സർഫിലിട്ട് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നിശ്ചിത സമയം നമ്മൾ സർഫിലിട്ടിട്ടോ സാബൂന് തേച്ചിട്ടോ വെച്ച് കഴിഞ്ഞാലേ ആ ഡ്രസ്സിൽ പിടിച്ച അഴുക്കുകൾ നീങ്ങുന്നത് പോലെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിടിച്ച കറകള്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിടിച്ച മാലിന്യ കൂമ്പാരങ്ങള് ഫിക്റാകുന്ന മരുന്നുകൊണ്ട്, സ്വലാത്താകുന്ന മരുന്നുകൊണ്ട് നീ കഴുകിയെടുക്കണം സഹാബാ. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയമുള്ളതെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ റമദാനിലാവിന്റെ കുടുംബങ്ങളെ, കൽബിന്റെ ശുദ്ധിയാക്കൽ എങ്ങനെയാണ്? കിബറിന്റെ അകത്ത്, മനസ്സിന്റെ അകത്ത് ഒരു അണുമണി തൂക്കം പോലെ കിബർ വരാതെ നോക്കലാണ്. ഞാൻ വലിയവനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ, ഉണ്ട് ചെറുപ്പക്കാരാ, ആർക്കും മായാൻ കഴിയാതെ, ആർക്കും മായ്ക്കാൻ കഴിയാത്ത ഒരു കറുത്ത പുള്ളി നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ട് ചെറുപ്പക്കാരാ. ഉമ്മമാരെ, ഞാൻ വലിയവനാണെന്ന് ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ, ആരെക്കാളിലേക്കാളും ഏറ്റവും വലിയ ഒരു കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ആ ഹൃദയത്തിന്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള കറുത്ത പുള്ളിയെ ദിക്റിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സ്വലാത്തിലൂടെ മാറ്റിയെടുക്കുമ്പോഴാ വജഅൽനാ മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത്. മനസ്സിന്റെ അകത്ത് ഒരു അണുമണി തൂക്കം പോലും കിബർ വരരുത്. ഞാൻ വലിയവനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോവരുത്. ഞാൻ 30 നോമ്പ് നോറ്റണ്, ഞാൻ 30 നോമ്പിന് തറാവി നിസ്കരിച്ചണ്, ഞാൻ തസ്ബീഹ് നിസ്കരിച്ചണ്. തസ്ബീഹ്സ്കാരം തുടങ്ങണം. നമുക്ക് തസ്ബീഹ്സ്കാരത്തെ കുറിച്ച് പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്, ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ തസ്ബീഹ് നിസ്കരിച്ചണ്, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചണ്, ഞാൻ 5 ഹജ്ജ് ചെയ്തു, ഞാൻ ഉംറ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഭാഗ്യാണ്. പക്ഷെ അതിന്റെ പേരിൽ കിബർ വേണ്ട. ഞാൻ ആചാരാ, ഞാൻ അജ്ജുമ്മ, എന്താ ഓൻ ഇന്ന വലിയൊരു വിലയില്ലാത്ത, ഞാൻ വലിയൊരു ഉസ്താദാ, ഞാൻ വലിയ തങ്ങളാ, ഞാൻ വലിയ പ്രസിഡന്റാണ്, ഞാൻ വലിയ നേതാവാണ്, ഞാൻ വലിയ പ്രവർത്തകനാ, എന്താ ഇന്നൊരു വിലയില്ലാത്ത? കിബർ വരാൻ പാടില്ല. വലുതാക്കുന്നതും ചെറുതാക്കുന്നത് ആരാ? അല്ലാഹുവാണ്. നമ്മൾ ആരെങ്കിലും ആണോ? അല്ല. ഒരാളെ ഉയർത്തുന്നതല്ല, ഒരാളെ താഴ്ത്തുന്നതല്ല. നമ്മളെപ്പോഴും താഴ്മയോടുകൂടി ജീവിക്കുക. നമ്മൾ വലിയ സംഭവമാണ്, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു നടക്കാൻ നമുക്ക് എവിടെ അധികാരം? അങ്ങനെ നടന്നിരുന്നോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പരിശുദ്ധ മതത്തെയും അവഹേളിച്ചിരുന്ന ഫറോവ അവസാനം എന്ത് സംഭവിച്ചു? ചെങ്കടലിന്റെ നടുവിൽ ഫറോവ എന്ന വികാരിയും കൂട്ടുകാരും വെള്ളം കുടിച്ച് ചെങ്കടലിന്റെ ആഴക്കടലിലേക്ക് ആഴ്ന്നു പോകുമ്പോ, മൂസ എന്നെ രക്ഷപ്പെടുത്തണം, മൂസയുടെ റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് വിളിച്ചു പറഞ്ഞില്ലേ ഫറോവ? ആരാ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബെന്ന്, ഞാനാണ് മഴ വർഷിപ്പിക്കുന്നവൻ, ഞാനാണ് ഭക്ഷണം തരുന്നവനെന്ന് ധിക്കാരത്തോടെ, ഒരു ഉളുപ്പുമില്ലാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഫറോവ എന്ന ധിക്കാരി ചെങ്കടലിന്റെ നടുവിൽ വെള്ളം കുടിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് രക്ഷ തേടിയിട്ട് വെള്ളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് താഴ്ന്നു പോയ രംഗം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കിബറുള്ളവൻ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. ഞാൻ വലിയവനാണ്, അവനൊക്കെ എന്നെ അനുസരിക്കണം, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ നടന്നാ മതി, ഞാൻ നല്ലവനാണ്, ഞാനിപ്പോ അത്യാവശ്യം തിരക്കടൊന്നുമില്ല, ഞാനാണ് ഈ കുടുംബത്തിലെ നേതാവ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് മനസ്സിന്റെ അകത്ത് അറിയാതെ കിബർ വന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ദ്വാരിക്കേണ്ടത്, വജഅൽനാ മിനൽ മുതതഹിരീൻ.
അല്ലാഹുവേ ഖൽബ് ശുദ്ധിയാവണം, ഹൃദയം ശുദ്ധിയായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അസൂയ എന്ന മഹാവിപത്തിൽ നിന്ന് എന്റെ ഹൃദയം രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എനിക്ക് ലഭിക്കുന്ന നിഅമത്ത് മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അവരെ നമ്മളെക്കാളും ഉയർച്ചയായി കാണുമ്പോ നമ്മുടെ മനസ്സിൽ അവരോട് വരുന്ന വിഷമത്തിനാണ് അസൂയ എന്ന് പറയുന്നത്. അവന്റെ വാഹനത്തിനേക്കാളും എനിക്ക് നല്ല വാഹനം വേണം, അവന്റെ കച്ചവടത്തിനേക്കാളും എനിക്ക് നല്ല കച്ചവടം വേണം. നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്താൽ ആ നിഅമത്ത് കൊണ്ട് അവൻ ലോകം അറിയപ്പെടുന്ന ആളായി മാറിയാൽ നമുക്ക് അവരോടുള്ള അസൂയ, നമുക്ക് അവരോടുള്ള മനസ്സിലുള്ള അസ്വസ്ഥത അതിൽ നിന്നല്ലാത്ത ഖുലൂബനാ, നിങ്ങളെ ഖൽബിനെ നിങ്ങൾ നന്നാക്കിയെടുക്കണേ. അസൂയ അത് വല്ലാത്തൊരു മാരരോഗമാണ് സ്വഹാബ, അത് വല്ലാത്തൊരു മാരരോഗമാണ് സ്വഹാബ, അത് വല്ലാത്ത ഒരു മാരകമായ രോഗമാണ് സ്വഹാബ. അസൂയ എന്ന വിപത്ത് അൽ ഹസനു തഅകുലുൽ ഹസനാത്ത്, അസൂയ മനസ്സിന്റെ അകത്ത് വന്നു കഴിഞ്ഞാല് നമ്മുടെ നന്മകളെ ആ അസൂയ ഇങ്ങനെ കാർന്ന് തിന്നുവെന്നാണ്. ഒരാളോട് നമുക്ക് അസൂയ വന്നാൽ, ഒരു പെണ്ണിനോട് പെങ്ങളെ നിങ്ങൾക്ക് അസൂയ വന്നാൽ, ഒരു ആണിനോട് ചെറുപ്പക്കാരാ നമുക്ക് അസൂയ വന്നാൽ, അത് ആരാവട്ടെ, കൂടെ പഠിച്ചവരാവാം, കൂട്ടുകാരാവാം, മുതലാളിയാവാം, തൊഴിലാളിയാവാം, അധ്യാപകനാവാം, ശിഷ്യനാവാം, ഭാര്യയാവാം, ഭർത്താവാകാം, ഏത് മേഖലയിലാണെങ്കിലോ ആ മേഖലയിൽ അസൂയ വന്ന് കഴിഞ്ഞാൽ മുത്തുനബി പഠിപ്പിക്കുകയാണ്, നിങ്ങളെ അസൂയ ആ നിങ്ങളെ നന്മകളെ കാർന്ന് തുറന്ന് കഴിക്കുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏതുപോലെയെന്നറിയോ, തീ കണ്ടിട്ടില്ലേ നിങ്ങള്? വിറക് കൊള്ളി തീയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണക്കമുള്ള നല്ല ഉണകി പിടിച്ച വിറക് കൊള്ളിയാണെങ്കിൽ ആ വിറക് കൊള്ളിയിലേക്ക് തീ അങ്ങ് പടരുമ്പോ വിറക് കൊള്ളി ഇങ്ങനെ തീ കത്തിയിട്ട് അമർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ സ്വാഭാ? ഉമ്മമാരെ നിങ്ങൾക്കതറിയാമല്ലോ. കാരണം വിറക് ശേഖരിക്കുന്നതും വിറക് വെട്ടുന്നതും വിറക് കൊള്ളി കൊണ്ടുവരുന്നതും അടുപ്പത്ത് വെക്കുന്നതൊക്കെ അധികവും നിങ്ങളാണ്. അല്ലാഹുവേ, അതുപോലെ നിങ്ങൾക്കത് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തീ വിറകനെങ്ങനെ തിന്നുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നമ്മുടെ മനസ്സിന്റെ അകത്ത് വന്ന അസൂയ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്ന അസൂയ നമ്മുടെ നന്മകളെ അത് കാർന്ന് തിന്നുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ തറാബി നാളെ പരലോകത്തിനെന്ന് കാണൂല, നമ്മുടെ ഖുർആൻ ഖത്മുകൾ നാളെ പരലോകത്തിനെന്ന് കാണൂല, നമ്മൾ ചെയ്തു പോയ സദഖകൾ അല്ലാഹുവിന്റെ ലോകത്തിനെന്ന് കാണൂല, യതീമക്കളെ വീടിന് വേണ്ടി നൽകിയ സംഭാവനകൾ അസൂയ ഉണ്ടായാൽ നാളെ പരലോകത്തിനെന്ന് കാണൂല. എന്തെല്ലാം നന്മകളാണോ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ളത്, ആ നന്മകളെയെല്ലാം അസൂയ എന്ന മഹാവിപത്ത് ഇവിടെ കാർന്ന് കഴിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, വേണ്ട പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിന്റെ കത്താരോട് നമുക്ക് അസൂയ വേണ്ട. അങ്ങനെ അസൂയ വരാതിരിക്കാൻ അനസേ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം, വജഅൽനാ മിനൽ മുതതഹിരീൻ.
ഇന്നലെ നമ്മൾ പഠിച്ച ആ ദുആ എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. 5 വക്ത നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ നമ്മൾ അത് ദുആരിക്കുക. വുളു എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദുആരിക്കുക. വജഅൽനാ മിനൽ മുതതഖിരീൻ. അസൂയ എന്ന മഹാവിപത്തിൽ നിന്ന് എന്റെ ഹൃദയാന്തരത്തിന്റെ അകത്ത് നീ ശുദ്ധി തരണമല്ലാ. തീ വിറകിനെ തിന്നുന്നത് പോലെ എങ്ങനെ തീ വിറകിനെ തിന്നുന്നത് കണ്ടില്ലേ അല്ലേ? വിറക് നമ്മൾ നല്ല പാകല്ല വിറക് നമ്മൾ അടുപ്പിലേക്കടെ വെച്ച് നോക്കട്ടെ. വിറക് ഉമ്മമാർക്ക് നല്ലതുപോലെ അറിയാം ഇല്ലേ? വിറക് ഇഷ്ടപ്പെടാത്തവരാരാ? നിങ്ങൾക്ക് വിറക് ഇഷ്ടല്ലേ? എത്താ പുസ്താദ പറയണം വിറക് ഇഷ്ടം. നിങ്ങളൊരു വിറക് ഒരു കൊള്ളിയും ചുമ്പോ അവിടെ വെറുതെ റോട്ടിൽ ഇങ്ങനെ കാണാൻ നിങ്ങൾ വെറുതെ വിടുവോ? എനിക്ക് തോന്നില്ല നിങ്ങൾ വെറുതെ വിടുന്നില്ല. പണ്ട് കുട്ടിക്കാലത്ത് ഉമ്മന്റെ കൂടെ നല്ല മഴയും കാറ്റൊക്കെ പെയ്യുന്ന സമയത്ത് തറവാട്ടിൽ എല്ലാവരും ഉണ്ടാവും, അമ്മായികളും കുടുംബക്കാരൊക്കെ. മഴയുടെ പെയ്താ പായും റബ്ബർ തോട്ടത്തേക്ക്, കാറ്റയുടെ അടിച്ചാലും പായും ഒന്നിച്ച്. എന്തിന്? മാങ്ങ പറിക്കാനല്ല, റബ്ബർ തോട്ടത്തിൽ നിന്ന് മാങ്ങ. പിന്നെ വിറകുണ്ടാവും അതിനെന്നെ. ഇപ്പോഴല്ല ഗ്യാസൊക്കെയായത്, ഇപ്പോഴല്ല ഗ്യാസ്, കറന്റിന്റെ അടുപ്പ്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പൊ. അൽഹംദുലില്ലാ വരട്ടെ, പുതിയ പുതിയ സംവിധാനങ്ങൾ വരട്ടെ. അല്ലാതെ ഒന്നും ഇങ്ങനെ കാറ്റടിച്ചുമ്പോ നമുക്ക് പായാൻ പറ്റും റബ്ബർ തോട്ടത്തേക്ക്. +2 ഡിഗ്രി ഒക്കെ പഠിച്ച മരോളതിന് വരും ചോദിച്ചു. നിങ്ങൾ വൈക്കോളി കയറി, ഞാൻ അവിടെ നോക്കിക്കാറ്. അതൊക്കെ ചെറുപ്പത്തിൽ അതൊക്കെ പോയ നല്ല ഓർമ്മയുണ്ട്. ഉമ്മന്റെ കൂടെ അമ്മായികളെ കൂടെ ഒക്കെ റബ്ബർ തോട്ടത്തേക്ക് പോയി ചെറുപ്പത്തില്. ആ ടൗസർ ഇട്ടിട്ട് എന്തിന്? കാറ്റടിച്ചുമ്പോ വറകും കൊള്ളി വലിച്ചുകൊണ്ടിരാണ്. ചോദിച്ചു നോക്കി നിങ്ങളെ ഉമ്മനോട് നിങ്ങളെ ഉമ്മമാനോടൊക്കെ. ഈ മൂലര് പറയണ കണ്ടമ്മ ചോദിച്ചു നോക്കി, ഓര് പറഞ്ഞുതരും. എവിടെയെങ്കിലും ഒന്ന് റബ്ബർ തോട്ടം ഉണ്ടായാൽ മതി, അവിടെ ഉണ്ടാവും വൈകുന്നേരം സഹോദരിമാർ അവരുടെ കൂടിച്ചർച്ച. എന്താ? വിറക്. വെറുതെ വിടൂല, വിറക് കണ്ട വെറുതെ വിടൂല. അതെ, ഇനിയിപ്പോ വീട്ടില് വലിയൊരു പിന്നെ വിറകുംപോര ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഈ ഉമ്മമാരൊക്കെ വിറകുംപോര നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കും, നല്ല സെറ്റപ്പിൽ. എന്താണ് ഈ അട്ടി വെച്ച് എന്താ ചിലപ്പോ അലമാറിന്റെ ഉള്ളിലത്തെ ഡ്രസ്സൊന്നും ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. കട്ടിലുമ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, മുണ്ടുണ്ടാവും, മാക്സി ഇവിടെ ഉണ്ടാവും, പാന്റ് ഇവിടെ ഉണ്ടാവും, ഡ്രസ്സ് അതൊക്കെ ഞങ്ങൾ. പക്ഷെ വിറകുണ്ടല്ലോ അതങ്ങനെ മട്ടത്തിൽ ഇങ്ങനെ മട്ടലവിടെ, പിന്നെ ഓലക്കൊടി ഇപ്പുറത്ത്. അത് കറക്റ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ ആ സൂപ്പറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. വിറകിനോട് എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഒരു വിറക് വെള്ളം ഒരു വിറകിന്റെ കഷ്ണം വെറുതെ അങ്ങോട്ട് ഒഴിവാക്കാൻ ആർക്കും മനസ്സ് വരില്ല. അതിന്റെ നേജ വിറക് കത്തിച്ചോദിച്ചു എല്ലാരും. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. എന്റെ നേജ വിറക് കത്തിച്ചോദിച്ചു. എത്ര കുറഞ്ഞ വിറകുണ്ടെങ്കിലും വിറക് കിട്ടിയാൽ മതിയാവില്ല. അപ്പൊ വിഷയത്തിലേക്ക് വരിക. അതങ്ങനെയാണ്. ഇനി ചോദിച്ചു നോക്കി, ബാക്കി ഞാൻ പറയണില്ല, നിങ്ങൾ ചോദിച്ചു നോക്കി. അപ്പൊ വിറക് തീ കത്തിച്ചു കഴിഞ്ഞാൽ വിറക് ഇങ്ങനെ തീ കത്തുമ്പോ അങ്ങനെ അങ്ങനെ ഞെരിഞ്ഞുകൊള്ളും. അങ്ങനെ ഒരു ഞെരിച്ചിലുണ്ട്. ഇതേ പ്രകാരമാണ് അസൂയ നമ്മുടെ നന്മകൾ എങ്ങനെ കാർന്നിങ്ങനെ തിന്നു. നാളെ പരലോകത്ത് ചെല്ലുമ്പോ സദക്ക കൊടുത്തത് എവിടെ? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സമാധാനിക്കും, അൽഹംദുലില്ലാ ഞാൻ അത്ര കൊടുത്തല്ലോ, ഞാൻ ഇത്ര കൊടുത്തല്ലോ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇതിങ്ങനെ നോക്കുമ്പോ സ്ക്രീനിൽ ബ്ലാങ്ക് ആയിക്കാരോ, ഇത് ഇന്റേതല്ലേ, ഇത് മാറിയോ, ഇത് മാറിയാണ്, ഇത് ഇന്റേതല്ല, അത് ആയിഷാന്റെ, ഇത് ഇന്റെ ഏടല്ല. അവന്റെ പേരെന്താ? എന്റെ പേര് ആയിഷ തന്നെ. ഇത് ഇന്റെ ആയില്ല, ഞാനും ആയിഷ തന്നെയാണ്. ഞാൻ ആയിഷ പി ആണ്, ഞാൻ പാപ്പാലിയാണ്. അപ്പൊ നിങ്ങളുടെ എവിടെ? നിങ്ങൾ തന്നെയാണ്. അല്ല നിന്റെതല്ല, ഞാൻ കുറെ നന്മ ചെയ്ത് അതൊക്കെ എവിടെ? അതോ അതെന്ത് ചെയ്തു? അത് അസൂയ കൊണ്ടുപോയി. അസൂയ കൊണ്ടുപോയി. ചെയ്ത നന്മകൾ മുഴുവൻ ഏടിന്റെ അകത്ത് ഇങ്ങനെ തിരയിക്കരം. നമ്മളിങ്ങനെ തിരയിക്കരം, എവിടെ ഞാൻ ചെയ്ത നന്മകൾ, എവിടെ പോയി നന്മകൾ? അപ്പോഴാണ് അല്ലാഹുവേ മലക്കുവല്ലവിടെന്ന് വിളിച്ചു പറയുകയാണ്, നിന്റെ അസൂയ അത് കൊണ്ടുപോയി മോനെ, അത് കൊണ്ടുപോയി മോളെ. നിന്റെ മനസ്സിന്റെ അകത്ത് മറ്റൊരാളോട് കൊണ്ടു നടന്ന അസൂയ അത് നിന്റെ അമലുകളെ കൊണ്ടുപോയി മോനെ. അതുകൊണ്ട് അസൂയ എന്നുള്ളത് വല്ലാത്ത ഗൗരവമുള്ളതാണ്. നിങ്ങളെ അയൽവാസിയുടെ വീടൊന്ന് ഉഷാറാകുമ്പോ
ഓൻ കണ്ടില്ല നോമ്പായിട്ട് ഓനെന്ത് കൊറോണ ഓനല്ലേ കൊറോണക്ക് ഓനല്ലേ ലാഭിച്ചത് കണ്ടോ മറ്റൊരാൾക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തിൽ നമുക്ക് വരുന്ന അസൂയ അവനേക്കാൾ എനിക്ക് തന്നെ ഉഷാറാവണം എന്റെ വാഹനത്തിനേക്കാൾ നല്ലൊരു വാഹനം അവന് വേണ്ട എന്റെ വീടിനേക്കാൾ നല്ലൊരു വീട് അവനക്ക് വേണ്ട എനിക്ക് ലഭിക്കുന്ന നിഅമത്തിനേക്കാൾ മറ്റൊരാൾ ഉഷാറാവണ്ട അല്ലാഹുവേ വിദേശത്ത് പോയി ജോലി ചെയ്തൊന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാ ആളുകൾക്കത് കണ്ണിൽ പിടിക്കുന്നില്ല അവനോടുള്ള അസൂയയാണ് പിന്നെ അവനെ മറ്റൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത് അല്ലാഹു ഒരാൾക്ക് സാമ്പത്തികമായി ഭദ്രത കൊടുത്തു കഴിഞ്ഞാല് ഒരു വിലപിടിപ്പുള്ള വാഹനം വാങ്ങിയാൽ വലിയൊരു സ്ഥലം വാങ്ങിയാൽ ഒരു വീട് വാങ്ങിയാൽ ഒരു വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങി ധരിച്ചാല് അല്ലാഹ് മറ്റൊരാൾക്ക് അവനോടുള്ള അസൂയ മനസ്സിന്റെ അകത്ത് വരാൻ ഓൻ അങ്ങനെയാണ് ഓ ഇങ്ങനെയാണ് ഓ ഇപ്പൊ അവിടെയാണ് ഓ ഇവിടെയാണ് പീഡിയക്കൊലയും ഇരുന്നിട്ട് ഇങ്ങനെ ഒരാൾ അധ്യക്ഷൻ ഒരാള് ആമുഖ പ്രസംഗം ഒരാള് സ്വാഗതം ഒരാള് പിന്നെ മുഖ്യ പ്രഭാഷണം അവസാനം വാങ്ങു കൊടുക്കുമ്പോ നാളെ കാണടാ ഓക്കെ നന്ദി അത് കഴിഞ്ഞ് അങ്ങനെ ആവരുത് എന്തിനാണ് നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലെങ്കിൽ ആകെ ആറ്റി കുറിക്കാൻ ഇച്ചിരി ഉണ്ടാവും തറാവിക്കൊക്കെ നിസ്കരിക്കാൻ പോണ് പിന്നെ പള്ളിന്റെ ദിമങ്ങനെ ചാരിയാണ്ട് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അങ്ങനെ നോക്കും എന്താ നോട്ടണേ ആരാ ഇന്ന് പുതിയ താര അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ അപ്പൊ ഒരാളെ പുതിയ ആളെ കണ്ട വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ പുതിയ പള്ളിയിൽ വന്ന ആളെ നോക്കിട്ടെ ഇതൊക്കെ ഉണ്ടാവണ തന്നെയാണ് അല്ലെങ്കിൽ നന്നായില്ലേ നാട്ടിലുണ്ടല്ലേ പള്ളി നാട്ടിലുണ്ടല്ലേ ഞാൻ കേട്ടി നാട്ടില റംസാന്റെ നാട്ടിൽ റംസാന് വരെ ഇവിടെ ഇല്ലേനോ ഗൾഫിലേനി സാധു ആദ്യമായിട്ടൊന്ന് പള്ളിയിൽ വന്നതാ അതും കൊള്ളായി ഇപ്പൊ എന്തായി മൂപ്പര് പള്ളിയിൽ വന്ന കൂലി പോയി ആ ചോദിച്ചാള് പള്ളിയിൽ നിന്ന് കൂലി പോയി റമദാനല്ലേ അപ്പൊ എല്ലാരും ഒന്ന് നന്നാവുമല്ലോ ഒന്ന് ഉഷാറാങ്ങാൻ വന്നതാ വാലിന്റെ സദസ്സുക്ക് വന്നതാ അപ്പൊ അങ്ങനെ നമുക്ക് വാലൊക്കെ പറ്റൂല അപ്പൊ ഞാൻ കരുതി ഇല്ല അമലെന്ത് കരുതി നമ്മൾ കളയാൻ നിൽക്കരുത് ഞാൻ ഗൗരവത്തിൽ പറയണ സംഗതി നമ്മൾ തമാശക്ക് പലതും പറയും പക്ഷെ നമ്മളെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോണ ഒരു സംഗതിയാണോ ചുപ്പരഹോ മിണ്ടാതിരിക്കുക ഇബാദത്ത് നഷ്ടപ്പെട്ട നമ്മൾ ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെട്ട കമന്റിലാണെങ്കിലും നമ്മളെ വോയിസുകളിലാണെങ്കിലും നമ്മുടെ ഇടപെടലുകളാണെങ്കിലും ഇടപെടണം അതൊക്കെ നല്ലതാണ് പക്ഷെ ഇടപെടലിൽ നമ്മുടെ ഇബാദത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇടപെടുമ്പോ നമ്മുടെ ഇബാദത്ത് ഇവിടെ ചോർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യത പരലോകത്ത് നിന്ന് വേറെ ആളുണ്ടാവില്ല ഇവിടുന്ന് വേറെ ആൾക്കാരുണ്ടാവും നമുക്ക് അങ്ങനെ കാട്ടണം അങ്ങനെ കാട്ടണം ഓളെ നമുക്ക് അങ്ങനെ സൈസാക്കണം ഇൻഷാ അല്ലാഹ് പറയാനും കൂടാനും ആടാനും പാടാനും എല്ലാത്തിനും ആളുണ്ടാവും പരലോകത്തുനിന്നോ ഖബറിന്നോ നിങ്ങളെ ഖബറിൽ നിങ്ങൾ നിന്റെ ഖബറിൽ ഞാന് ഓല ഖബറിൽ ഓല് ഓള ഖബറിൽ ഓള് ഓന്റെ ഖബറിൽ ഓന് ചെയ്തതൊക്കെ ഉണ്ടാവും ചെയ്തത് മുഴുവണ്ടാവും അപ്പൊ അവിടെ നിന്ന് പരാജയപ്പെട്ടു പോവരുത് ഇടപെടുന്നത് കൊണ്ട് ഒരു നന്മ ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് അതൊരു ഉപദ്രവമാവാതെ നമ്മൾ ചെയ്തു പോയ നന്മകൾ ആ നന്മ കാരണം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വജഅൽനാ മിനൽ മുതതഹിരീൻ അസൂയയില്ലാത്ത ഹൃദയം തരണമല്ലാ കിബിറില്ലാത്ത ഹൃദയം തരണമല്ലാ അസൂയയില്ലാത്ത പകയില്ലാത്ത ഹൃദയം തരണമല്ലാ ഒരാളോട് വൈരാഗ്യമില്ലാത്ത ഹൃദയം തരണമല്ലാ ഒരാളോട് ദേഷ്യമില്ലാത്ത ഹൃദയം തരണമല്ലാ ഒരാളോട് പിണക്കമില്ലാത്ത ഹൃദയം തരണമല്ലാ അങ്ങനത്തെ ഹൃദയത്തിന്റെ ഉടമയായി മാറണമെങ്കിൽ ഈ പുതിയ കാലത്ത് വലിയ പ്രയാസമാണ് ചെറുപ്പക്കാരാ ഈ പുതിയ കാലത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും പെങ്ങളെ
പഴയതുപോലെയല്ലല്ലോ. നമ്മുടെ ഉമ്മാമ്മമാർക്കും ഉപ്പാപ്പമാർക്കും അവർക്കൊക്കെ പിണക്കങ്ങൾ കുറവാണ്. കാരണം എന്ത്? അവരുടെ കാലഘട്ടത്തിലെല്ലാം അവരുടെ നല്ല കാലത്തെല്ലാം ഫോണുകളില്ല, വാട്സപ്പുകളില്ല. അല്ലാ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാം ഇന്റർനെറ്റിലൂടെയാണ്, ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ പരസ്പരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ പരസ്പരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാ. ഇല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരാൾക്ക് പറ്റോ? ഇല്ല. പരസ്പരം കുടുംബ പ്രശ്നങ്ങളാണ്, പരസ്പരം പിണക്കങ്ങളാണ്. ഭാര്യക്ക് ഭർത്താവിന് സംശയമാ, ഭർത്താവിന് ഭാര്യ സംശയമാണ്, മക്കളെ സംശയമാണ്, മാതാപിതാക്കളെ സംശയമാണ്, മുതലാളിക്ക് തൊഴിലാളിയെ സംശയമാണ്, തൊഴിലാളിക്ക് മുതലാളിയെ സംശയമാണ്, പാർട്ട്ണർമാര് തമ്മിൽ സംശയമാണ്. അങ്ങനെ പരസ്പരം സംശയങ്ങളുടെ മുന വെച്ചുകൊണ്ട്, തെറ്റിദ്ധാരണയുടെ മുന വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ പുതിയ കാലഘട്ടത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കത്തിന്റെ തമ്പുരാക്കന്മാരായ നമ്മളെ മാറുന്നതിന് പകരോ മനസ്സൊന്ന് ശുദ്ധിയാക്കുക. എന്റെ കൽബൊന്ന് നന്നാക്കണ റബ്ബേ, ഒരു പിണക്കമില്ലാത്ത മനസ്സ് തരണമല്ലാ. 9 വർഷത്തിന് ശേഷം എന്റെ ഇളച്ചിയും എന്റെ പ്രിയപ്പെട്ട അയൽവാസിയും പരസ്പരം മിണ്ടി ഉസ്താദേ. അവരെ അറിവിന്നിലാവ് കേൾക്കുന്ന സഹോദരിയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് രാവിലെ ഒരു സഹോദരി വന്ന് പറഞ്ഞതാണ്. അങ്ങനെ മാറ്റങ്ങൾ വരണം, മനസ്സിന്റെ അകത്ത് മാറ്റങ്ങൾ വരുമ്പോഴാണ് റമളാനിലാവിന്റെ വാള് നിങ്ങൾക്ക് ഉപകരിക്കുന്നത്. റമളാനിലാവിന്റെ വാള് എഴുതി വെക്കുന്നവരെ, ഒരു ദിവസവും ഒഴിവില്ലാതെ ലൈവായിട്ട് കേൾക്കുന്നവരെ, ലൈവായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ടും കേൾക്കുന്നവരില്ലേ? എത്ര തിരക്കുണ്ടെങ്കിലും ഈ മജ്‌ലിസ് മുടങ്ങാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹം കൊണ്ട് ഞാൻ പറയാൻ, മനസ്സൊന്ന് തുറന്നു വെക്കുക. ഒരു വിശാല മനസ്സിന്റെ ഉടമകളായി മാറാൻ നമ്മൾ മനസ്സ് കാണിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ 23 രാവിന് നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആരാണ് മക്കളെ, ആരാണ് അടിമകളെ? തൗബ ചെയ്യുന്നവരാരാ? മടങ്ങിവാ 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 എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ ചിറക് വിരിച്ച് കാത്തിരിക്കുമ്പോ പിണങ്ങി നിൽക്കുന്നവരെ മലക്ക് കാണൂല്ല. മനസ്സിന്റെ അകത്ത് വെറുപ്പുള്ളവരെ മലക്ക് കാണൂല്ല. അകന്ന് കഴിയുന്നവരാരാ? തെറ്റിദ്ധാരണ വെച്ച് പരസ്പരം കുറ്റവും കുറവും ഗീബത്തും നമീമത്തും ഫസാദും ഭീഷണിയുമായി നടക്കുന്നവരാരാ? അവരെ റഹ്മത്തിന്റെ മലക്ക് കാണൂല. നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ റമളാനിന്റെ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ഒരൊറ്റ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു തരുന്നതെന്ന് മുത്തു റസൂലുള്ള നമ്മെ പഠിപ്പിക്കുമ്പോ, ആ ലൈലത്തുൽ ഖദർ ഇറങ്ങുമ്പോ എത്ര വലിയ തെറ്റ് ചെയ്തവനും അല്ലാഹു മാപ്പ് കൊടുക്കുമ്പോ, എന്റെ പെങ്ങളെ, നിങ്ങളെ മനസ്സിന്റെ കത്തെ പിണക്കം നിങ്ങൾ ഇനിയും മാറ്റാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഇനിയും പിണങ്ങിപ്പോയ മക്കൾക്ക് ഫോൺ വിളിക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ, ചെറുപ്പക്കാരാ, നീ താമസിക്കുന്ന വാടക കോട്ടേഴ്സിൽ നിന്റെ പാവപ്പെട്ട ബാപ്പ നിന്റെ വീട്ടിലിരിക്കുമ്പോ ബാപ്പാനെ വിളിക്കാറുള്ള മനസ്സ് ഇനിയും നീ കാണിച്ചിട്ടില്ലെങ്കിൽ, മോനെ പെണ്ണെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയോ പിണക്കങ്ങളൊക്കെ ഇല്ലാത്ത കുടുംബം നിങ്ങളൊന്ന് കാണിച്ചതാ. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം നിങ്ങളൊന്ന് കാണിച്ചു തരോ? എല്ലാ കുടുംബത്തിലും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, എല്ലാ കുടുംബത്തിലും സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. ഒരു ചെറിയ പിണക്കമില്ലാത്ത കുടുംബം ഈ പുതിയ കാലഘട്ടത്തിൽ ഏതാ പ്രിയപ്പെട്ടവരെ? നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ്. അതുകൊണ്ട് നിങ്ങളെ കുടുംബത്തില് മാത്രമല്ല, എല്ലാവരുടെ കുടുംബത്തിലും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കൂടുതൽ കാലം കൊണ്ട് നടക്കാതെ പിണക്കമൊന്ന് മാറ്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് വരിക. ഇന്നവരെ മിണ്ടാത്ത അയൽവാസിയോട് റമളാനിലാവിന്റെ 22ാമത്തെ മജ്‌ലിസ് കേൾക്കുന്ന, അറിവിൻ നിലാവിന്റെ 832ാമത്തെ മജ്‌ലിസ് കേൾക്കുന്ന
കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിണങ്ങി നിൽക്കുന്ന അയൽവാസിയോട് ചെന്നൊന്ന് സലാം പറയാ നിങ്ങളെ മനസ്സ് കാണിക്കണേ. പിണങ്ങി നിൽക്കുന്ന കുടുംബത്തിനോട് ഒന്ന് സലാം പറയാ നിങ്ങളെ മനസ്സ് കാണിക്കണേ. അങ്ങനെ മനസ്സ് കാണിച്ചാൽ അല്ലാ നിങ്ങളാണ് പെങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറയുകയാ. നിങ്ങളാണ് ചെറുപ്പക്കാരാ ഈ ലോകത്ത് അല്ലാഹു നൽകിയ ഭാഗ്യവന്മാരെ കൂട്ടത്തിലുള്ള നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ നമ്മള് പറയും ഉസ്താദേ ഞാൻ മിണ്ടായിട്ടല്ല, ഓളിങ്ങട്ട് പറയായിട്ടല്ലേ. എത്ര തവണ ഞാൻ പറഞ്ഞ് ഉസ്താദിന്റെ വാല് കേട്ട് എത്ര തവണ ഞാൻ ഓളോട് സലാം പറഞ്ഞ് എന്തേ ഒരു നിലക്ക് അവൾ മടക്കിയില്ലല്ലോ. നോമ്പുതറ സംഘടിപ്പിച്ച് ആളുകളൊക്കെ വിളിച്ചു, എന്തേ എന്നെ വിളിച്ചില്ലല്ലോ. എത്ര തവണ എന്നവര് അവിടെ ചെയ്തില്ല ഉസ്താദേ. അല്ലാഹുവേ അങ്ങനത്തെ ആളുകളെ മനസ്സിന് എന്ന് നന്നാക്കി കൊടുക്കുക അല്ലാഹ്. ഓലെ മനസ്സ് നന്നാകട്ടെ. അങ്ങോട്ട് മിണ്ടിയിട്ട് ഇങ്ങോട്ട് മിണ്ടാത്തവര് ഇനി അങ്ങോട്ട് മിണ്ടിയാലും ഇങ്ങനെ എങ്ങനെ പറഞ്ഞു എന്നാലും ഓ അങ്ങനെ എന്നാലും ഓളും ഇങ്ങനെ. അതങ്ങനെയാണ്. പണ്ട് വാല് കോയിലിട്ട കഥയല്ലേ. ഒരു ജീവി ഉണ്ട്, ആ ജീവിന്റെ പേര് അപ്പൊ ആ വാലെത്ര കോയിലിട്ടാലും പിന്നെ കോയില് നിർത്തിയാലും വലിച്ചൂരിയാലും ആ വാലിങ്ങനെ തന്നെ വളഞ്ഞിട്ടേക്കാരം. അത്തരം ദുഷിച്ച മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറരുത്. ഇത് ഉസ്താദ് ഓക്കിട്ടേണ്ട ഇത് പോനിട്ടേണ്ട കേക്കട്ടെ. അങ്ങനെയല്ല. എല്ലാവർക്കും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഓൽക്ക് പ്രത്യേകം. ഇനി പിണങ്ങാതെ നിൽക്കുന്നവരുണ്ടെങ്കിലോ ഓൽക്കും പ്രത്യേകം. അതെന്താ ഉസ്താദേ ഞങ്ങൾക്ക് പ്രത്യേകം? നിങ്ങൾ പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല. അതാണ് മിനൽ മുത്തത്തഹിരീൻ. ശുദ്ധിയാ, ഇതൊക്കെയാണ് ശുദ്ധി എന്ന് പറഞ്ഞാലേ. ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചു കുറെ ഫെയർ ആൻഡ് ലവ്ലി അതല്ലെങ്കിൽ കുറെ പൗഡർ, അത് ശുദ്ധിയാണ്. അത് വേറെ. തടി ശുദ്ധിയായിട്ട് കൊണ്ട് നടക്കണം, അത് വേറെ. ആദ്യം എവിടെയാണ് ശുദ്ധിയാക്കേണ്ടത്? മനസ്സ് ശുദ്ധിയാക്കണം, പിന്നെ കൽബ് ശുദ്ധിയാക്കണം, പിന്നെ പുറവും ശുദ്ധിയാക്കണം, വൃത്തിയായി നടക്കണം. ശുദ്ധി ഈമാനിന്റെ പകുതി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധി ഈമാനിന്റെ പകുതി ആണ്. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വളരെ പ്രാധാന്യമാണ് ഇസ്ലാം വൃത്തിക്ക് നൽകിയിട്ടുള്ളത്. വൃത്തിയോടെ നടക്കണം. നമ്മുടെ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം. കുറെ ചെളി അവിടെ പിടിച്ച് കുറെ ഇവിടെ പിടിച്ച് ഇസ്തിരി ഒന്നും ഇടാതെ അങ്ങനെ ഉജാലി മുക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ആവരുത്. വൃത്തിയുള്ള വസ്ത്രം. പെരുന്നാക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? പെരുന്നാക്ക് ഡ്രസ്സ് എടുത്തോ? എന്ന് എടുത്തു? ഞാൻ എന്നോ ചോദിക്കേണ്ട ചോദ്യല്ലേ? ഞാൻ എന്നോ ചോദിക്കേണ്ട ചോദ്യമാണ്. പെരുന്നാക്ക് ഡ്രസ്സ് എടുത്തോന്നില്ലേ? ഇല്ലാന്ന് പറയണല്ലോ. പെരുന്നാക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടോ? നല്ല ഡ്രസ്സൊക്കെ എടുക്കണം. നല്ല കാണാൻ നല്ല അഴകുള്ള നല്ല ഡ്രസ്സ് എടുക്കണം. പക്ഷെ ഇസ്ലാമിന് പൊരുത്തല്ലാത്ത, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഡ്രസ്സ് എടുക്കരുത്. 30 നോമ്പ് നോറ്റ് ആ നോമ്പൊക്കെ പാത്തിലാവുന്ന ഡ്രസ്സ് എടുക്കരുത്. നല്ല അടിപൊളി ഡ്രസ്സ് എടുക്കണം. ഉള്ളതിൽ നിന്ന് മുന്തിയത് എടുക്കണം. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിന്റെ കൂടെയും കുറവുള്ളൂ. ഞാൻ കരുതി ഇപ്പൊ അവസാന 10 പകലാകുമ്പോ ആളുകളൊക്കെ ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാവും. പക്ഷെ എല്ലാരും ഓൺലൈനിലുണ്ട്. ഇനിയിപ്പോ അവിടെ പോയി കാണ്ട് ഒരു കയ്യില് മൊബൈൽ ഒരു കയ്യില് പർദ്ദയും പിടിച്ചിരിക്കണം. സുബ്ഹാനല്ലാഹ്, ഒന്നും പറയാൻ പറ്റൂല. ഉസ്താദ് ഷോപ്പിലൊക്കെ മൊബൈൽ ഷോപ്പിൽ നിന്നൊക്കെ അറിയുന്നില്ല കാണുകൾക്കൊക്കെ ദ്വാരക്കണ്ടേ. നമുക്ക് പോകവളെ അവിടെ പോയി കണ്ട് അതൊരു കളിയാ. ആ ബാറിലെടുക്ക്, ആ മഞ്ഞ വിരലിലെടുക്ക്. സാധു അവിടെ ഇങ്ങനെ എടുത്തോടുക തന്നെയാണ്. ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ഇതെന്താ അറിയുന്നില്ല വെക്കാണ്. സഹോദരിമാരെ അങ്ങനെയാണല്ലോ അല്ലെ? അത് അവരെ കുറ്റപ്പെടുത്തല്ല, അതങ്ങനെയാണ്. എന്ത്, നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഷോപ്പ് മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിന്നാലും എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. എത്ര കണ്ടാലും ഷോപ്പിങ്ങിന്റെ വിഷയത്തിൽ നിങ്ങൾ തന്നെ അത് നിങ്ങൾക്ക് വിട്ടെന്നു. നിങ്ങൾ തന്നെ
അതെന്താവില്ല, അത് നമുക്ക് കണ്ടാൽ മതിയാവില്ല. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ആ ഡ്രസ്സ് ഇങ്ങനെ കണ്ടാ കൊറേ ഡ്രസ്സ് ഇവിടെ ഉണ്ടാവും, ഇഷ്ടം പോലെ ഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. ഓരോ വക്ത് നിസ്കാരത്തിനും മാറ്റിയിടാനുള്ള ഡ്രസ്സ് വീട്ടിലുണ്ടാവും. എന്നാലും അതെങ്ങനെ കണ്ട ഈ ഡ്രസ്സിന്റെ ആൾക്കാരെ കാണാനായിട്ട് പുറത്തന്നെ തൂക്കിയിടണം. അങ്ങനെ തന്നെ തൂക്കിയിട്ടാലേ ഓൾക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. അള്ളാഹുൽക്കൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ കച്ചവടക്കാർക്കും അള്ളാഹു നല്ല കച്ചവടം കൊടുക്കട്ടെ, നല്ല റഹ്മത്ത് കൊടുക്കട്ടെ. എന്നാലും അതിങ്ങനെ കണ്ടാ പറയും നോക്കടീ അറിയും. അതെങ്ങനെയാണ് അതവരുടെ കൊണ്ടുപോയാലേ അതവരുടെ ഇപ്പൊ ഇന്നലെ പിന്നെ എന്റെ അനിയൻ പറഞ്ഞോട് വണ്ടിക്ക് എന്താണ് നോ പാർക്കിങ്ങില് വാഹനം നിർത്തിയിട്ട് ഫൈൻ വന്നിങ്ങനെ. അപ്പൊ എന്തിനാണോ അവിടെ നിർത്തിയത്? പോലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഇറങ്ങി വരണ്ടേ? അങ്ങനെ തന്നെയല്ലേ ഓല, അങ്ങനെ തന്നെയല്ലേ ഓലത്ത് നോക്കിയിട്ട് പറ്റുമോ? ഓലത്ത് നോക്കിയിട്ട് ഓലിപ്പോ വരുന്ന് വിചാരിച്ചു കണ്ട അവിടെ ഇരുന്നാണ്ടല്ലോ. നിങ്ങൾക്ക് ആ ഇരുത്തങ്ങനെ രാത്രി വരെ ഇരിക്കാം. ഓലവിടെ പോയിട്ട് ആ ഡ്രസ്സ് ഇങ്ങനെ മറിച്ചിട്ട് പത്തിരി ആകുമ്പോ രണ്ടെട്ടം മറിച്ചിട്ട് വരുള്ളൂ. പത്തിരി ആകുമ്പോ ഒരെട്ടം കെട്ട് അതൊന്നും ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോ ഒന്നിട്ട് ഇങ്ങോട്ട്. ഇവരെ ഡ്രസ്സ് അങ്ങനെയില്ല. ഒന്നിങ്ങനെ പിടിച്ചു നോക്കും, ഒന്ന് കുത്തനെ പിടിച്ചു നോക്കും, ഒന്ന് ലൈറ്റ് അടിച്ചു നോക്കും. ലൈറ്റ് അടിക്കുമ്പോ മിന്നിനുണ്ടോ? പോട്ടെ, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ഞങ്ങളെ കുറ്റം പറ. അത് അങ്ങനെയല്ല, അതങ്ങനെയാണ്. അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. സഹോദരിമാരെ കിടപ്പ് അങ്ങനെയാണ്. ഓലെ അള്ളാഹു അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോ നമ്മള് കുയിന്താട്ടിയിട്ടൊന്നും കാര്യമില്ല. അതിന് നമ്മള് കുയിന്താട്ടിയിട്ടൊന്നും കാര്യമല്ലോ. അതങ്ങനെയാണ്. നമ്മക്ക് പിന്നെ തന്നെ വെള്ളിയും ആ വെള്ളം ഇങ്ങനെ കൊണ്ടിങ്ങനെ നടക്കുക. അപ്പൊ പറഞ്ഞു തന്നെ അറിയോ? ഇനിയിപ്പോ ഞാനങ്ങനെ പറഞ്ഞ ഡ്രസ്സ് എടുക്കാൻ വെക്കരുത്. എല്ലാവരും നല്ല ഡ്രസ്സ് എടുക്കണം, നല്ല വസ്ത്രം തന്നെ എടുക്കണം. കുറെ കാലം നമ്മൾ നല്ല ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ, കൊറോണ കാലമായുണ്ട് അല്ലേ, ശേഷല്ലേ. അപ്പൊ നല്ല ഡ്രസ്സ് തന്നെ എടുക്കുക കേട്ടോ. ഉമ്മാക്ക് എടുത്തു കൊടുക്കുക, വല്യമ്മാക്ക് എടുത്തു കൊടുക്കുക, ഉപ്പാക്ക് എടുത്തു കൊടുക്കുക, വല്യപ്പാക്ക് എടുത്തു കൊടുക്കുക. എല്ലാവർക്കും നല്ല ഡ്രസ്സ് തന്നെ എടുത്തു കൊടുക്കുക. മക്കൾക്കും മരക്കൾക്കും പേരക്കുട്ടിയേക്കും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. മോലര് പൈസ ഇല്ലാത്തോടത്ത് പറയണണ്ടില്ലേ? അങ്ങനെയല്ല, പൈസക്കനുസരിച്ച് പറയാം. മാഷാ അല്ലാഹ്, പൈസക്കനുസരിച്ച് എല്ലാവരും എന്ത് ചെയ്യാം? എല്ലാവരും എടുത്തു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മൾ പാവങ്ങളെയും കാണാം. യതീമായ മക്കളോ, പാവപ്പെട്ടവരോ, ജോലി ഇല്ലാതെ നിൽക്കുന്നവരോ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. ഒലൊക്കെ നമ്മൾ പരിഗണിക്കണം കേട്ടോ. ഒലൊക്കെ നമ്മൾ പരിഗണിക്കണം. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കഴിഞ്ഞ കൊറോണ കാലത്തെ ജോലിയില്ലാത്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഡ്രസ്സുകൾ കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഡ്രസ്സുകൾ കൊടുത്ത ആളുകൾ എനിക്കറിയാം, കുറെ ആളുകളെ. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത്, എല്ലാ കച്ചവടക്കാർക്കും അള്ളാഹു നല്ല റഹ്മത്തും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? നല്ല ഡ്രസ്സ് വേണം. അപ്പൊ ഡ്രസ്സ് വൃത്തി ഉണ്ടായിരിക്കണം. ഡ്രസ്സ് എടുക്കുന്ന ഡ്രസ്സ് അജ്ജടാന്ന് പറയരുത്. നോക്കിയിട്ട് കുറെ അവിടെ കീറിയിട്ട് ഇവിടെ കീറിയിട്ട് കുറെ അവിടെ ഓട്ട അങ്ങനെയാണ്. നല്ല ഡ്രസ്സാവണം. കണ്ടു കഴിഞ്ഞാല് അൽഹംദുലില്ലാഹ്, ഇത് കൊള്ളാലോ, ഇത് സൂപ്പറാണല്ലോ, അങ്ങനെ പറയണം. അപ്പൊ അങ്ങനത്തെ ഡ്രസ്സാവണം, നല്ല ഡ്രസ്സ്. വജഅൽനാ മിനൽ മുത്തഖീരീൻ എന്ന് പറയുന്ന അതൊക്കെ പെട്ടു. നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല തൊപ്പി ധരിക്കുക, നല്ല തലപ്പാവ് ധരിക്കുക. മുടിയൊക്കെ നമ്മൾ നല്ലതുപോലെ ചീകിയെടുക്കുക. മുടി ചീകുമ്പോ വലതു ഭാഗത്തു നിന്ന് തുടങ്ങണം. അതാണ് സുന്നത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. വലതു ഭാഗത്തു നിന്നാണ് ആദ്യം വാരുക. അപ്പൊ ആദ്യം മുടി വാരുമ്പോ വലതു ഭാഗത്തു നിന്ന് വാർന്നാല് മുത്തുനബിന്റെ ഒരു സുന്നത്തിന്റെ കൂലി കിട്ടും. ഇത് കുറെ മുടി ഇങ്ങനെ ചേക്കറായി ആയിട്ട് ഇങ്ങനെ നടന്നാ പോരാ. കുറെ മുടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പാറിപ്പിച്ച് ഇങ്ങനെ നടന്നാ പോരാ. എന്നാലും ഞാൻ പെണ്ണുങ്ങളെ മുടിന്റെ കഥ പറഞ്ഞല്ലോ, അങ്ങനെ ആവരുത്. ഇത് കുറെ അവിടെ വാരും, എന്നിട്ട് അത് ഇങ്ങനെ എടുക്കുമ്പോ എന്താ ഉള്ളത് അതിന്റെ ചോട്ടിൽ ആ മുടികൾ കിട്ടിയേക്കും. എന്നിട്ട് കുറെ അപ്പുറത്ത് അടുക്കള പണി എടുക്കും. എന്നിട്ട് അതിന്റെ ചോട്ടില് അമ്മികല്ലിന്റെ ചോട്ടില് കുറെ മുടിന്റെ വേറെ കെട്ട് കൊണ്ടേക്കും, കുറെ മേശന്റെ ഉള്ളിൽ കൊണ്ടേക്കും, കുറെ അവിടെ. അങ്ങനെ ആവരുത്. അതൊക്കെ ഒരു ഭദ്രമായിട്ട് നല്ല റാഹത്തില് നഖക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്യാ. അങ്ങനെ വേണ്ടത്. ശരീരം ഫുൾ വൃത്തിയായിരിക്കണം. സുറുമ എഴുതുക. സുറുമ എഴുതല് സുന്നത്താണ്. സുറുമ എഴുതല് നോമ്പുകാരനല്ല കേട്ടോ, നോമ്പല്ലാത്ത സമയത്ത് സുറുമ എഴുതല് സുന്നത്താണ്. അങ്ങനെ വൃത്തിയായിക്കൊണ്ട് നടക്കുക. താടി വൃത്തിയാക്കുക, മീശ വൃത്തിയാക്കുക, പിന്നെ മുടി കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കുക. മുടി എങ്ങനെ കട്ട് ചെയ്യണ്ടേ അതിങ്ങനെ കാതോത്തിക്കണോ? അത് പുസ്തകം എന്താ പറയണ നോക്കണല്ലോ. അപ്പൊ എങ്ങനെ പോലീസ് കട്ടാണോ, ഫ്രീക്ക് കട്ടാണോ, മൂലയിൽ എന്തെങ്കിലും പറയണ്ടോ? അത് നോക്കിയിരിക്കണ്ടേ ചില ആൾക്കാര്. അത് നല്ല രൂപത്തില് നല്ല റാഹത്തില് കാണാൻ നല്ല മട്ടം വേണം. അത് കുറെ അവിടെ വരണ്ടി ഇവിടെ വരണ്ടി അങ്ങനെ ആവരുത്.
അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് കാണുമ്പോ നമ്മൾ ആരെങ്ങനെ അസൂയൊക്കെ ആവശ്യമില്ല. ഓന്റെ ചുറുക്കണ്ടില്ലേ, ഓന്റെ തല കണ്ടില്ലേ, ഓന്റെ കണ്ണണ്ടില്ലേ, ഓന്റെ ചുണ്ടണ്ടില്ലേ, ഓന്റെ മോറണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് അസൂയിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒരു ചുറുക്കില്ല ഒരാളെ കണ്ടിട്ട് ഞാൻ അങ്ങനെ അസൂയാട്ടിടോ ഓന്റെ ഒരു ചുറുക്ക്, എന്നിട്ട് നമ്മള് പറയാം ഓൻ പൗഡർ ഇട്ടിട്ടേക്കാരം നടക്കണത്, അതേക്കാരം അങ്ങനെ. അല്ലെങ്കിൽ ഓൻ കൺമശി ചെയ്ത് കണ്ടേക്കാരം നടക്കണം, അതേക്കണ്ട അങ്ങനെ. അല്ലെങ്കിൽ ഓൻ എന്താ ലിഫ്റ്റ് ഇട്ടിട്ടേക്കാരം നടക്കണം, അതേക്കാരം ഓന്റെ ചുണ്ട അങ്ങനെ. ഇല്ലേ അങ്ങനെ വെറുതെ കളവും പറഞ്ഞങ്ങനെ അല്ല. പിന്നെ വെച്ചാൽ ഓരോരുത്തരെ പറയുമ്പോ എന്ത് ചെയ്യും, ഓലൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടു, കാരണം ഓലെ നിസ്കാരക്കം കിട്ടും. അള്ളാഹു നൽകിയ സൗന്ദര്യം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കൊണ്ടു നടക്കാന്നുള്ളതാണ്. കറക്റ്റായിട്ട് കൊണ്ടു നടക്കാന്നുള്ളതാണ്, കൃത്യമായി കൊണ്ടു നടക്കാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്ത് മുത്തുനബിനെ കുറിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്ത് കേട്ടോളി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന നഫറും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംതദിറൂനഹു ഇൻദൽ ബാബ്. മുത്തുനബി വീട്ടിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ മുത്തുനബിനോട് വന്ന് പറയും, നബിയെ വാതിലിന്റെ പുറത്ത് കുറച്ച് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് തങ്ങളെ കാണാൻ. എന്നെ കാണാൻ ആളുകൾ വന്നോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും, വഫിദ്ദാരി റുക്വത്തുൻ ഫീഹാ മാഉൻ. ആയിഷ ബീവി പറയാണ്, അന്നത്തെ കാലത്ത് കണ്ണാടിയൊന്നും ഇല്ലല്ലോ, ഇന്നല്ലേ കണ്ണാടിയൊക്കെ ആയത്. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ അല്ലെ, അങ്ങനെ പഴഞ്ചൊല്ലില്ലേ, ചങ്ങാതി നന്നായാൽ ചങ്ങാതി വേണ്ടെന്നോ. എന്താണ് പഴഞ്ചൊല്ല്? എന്താ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണമെന്നോ? ചങ്ങാതി എന്നായാൽ കണ്ണാടി വേണ്ട, എന്താ അർത്ഥം? ചങ്ങാതി എന്നായാൽ മതി, എന്ന കണ്ണാടിന്റെ ആവശ്യമല്ല. ചങ്ങാതി പറഞ്ഞുതരും, എന്ത് എടാ ഈ മുടിയൊന്ന് ശരിയാക്കിയ, എന്റെ കണ്ണൊന്ന് ശരിയാക്കിയ, എന്റെ മൂക്കൊന്ന് ശരിയാക്കിയ, എന്റെ ചുണ്ടൊന്ന് ശരിയാക്കിയ, എന്റെ നെറ്റി ഒന്ന് ക്ലീൻ ആക്കിയ. ചങ്ങാതി പറഞ്ഞുതരും. നല്ല ചങ്ങാതിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ മോനെ എന്റെ ഇവിടെ എന്തേലും എന്റെ മുഖത്ത് എന്തേലും ഉണ്ടടാ, ചിലപ്പോ മുഖത്ത് നല്ല കരി ഉണ്ടാവും. ഇല്ല ബ്രോ വാടാ സൂപ്പർ. ചങ്ങാതി പണി തരാല്ലേ ചങ്ങാതിമാരുണ്ടാവും, പണി തരാല്ലേ ജി ധൈര്യമായിട്ട് കേട്ടോ, ഒന്നുമില്ല എന്റെ മുഖത്ത് ഒന്നുമില്ല. എന്റെ മുഖത്തെത്താ രണ്ട് സുന്ദരമായ രണ്ട് കണ്ണുകളുണ്ട്, ഒരു മൂക്കുണ്ട്, മൂക്കിന് രണ്ട് ദ്വാരമുണ്ട്, ഒരു ചുണ്ടുണ്ട്, രണ്ട് ചുണ്ടുണ്ട്, ഒരു ചുണ്ടല്ല രണ്ട് ചുണ്ടുണ്ട്, രണ്ട് കാതുണ്ട്. അങ്ങനെ പറഞ്ഞുതരും നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെ വല്ലാതെ ഒൽപ്പിച്ച് പറഞ്ഞുതരുമ്പോ ഇതൊന്ന് നോക്കണല്ലോ പറഞ്ഞാണ്ട് നോക്കാം കേട്ടോ. അങ്ങനെ വല്ലാതെ ഇല്ലളിയാ സൂപ്പറാടാ ഇജ്ജ് വാ, ഇജ്ജ് കണ്ണാടി ഒന്നും നോക്കണ്ട വാവേ, അങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യണം, പ്രത്യേകം നോക്കണം കണ്ണാടി കേട്ടോ. അങ്ങനെ പറയുമ്പോ പ്രത്യേകം നോക്കണം. ഈ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ കാണാൻ വരുമ്പോ പുറത്ത് ആളുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ വഫിദ്ദാരി റുക്വത്തുൻ ഫീഹാ മാഅ, വീട്ടിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജഅല യൻദുറു ഫിൽ മാഇ, ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ടോ മുത്തുനബിയുടെ താടിങ്ങനെ വാർന്ന് കറക്റ്റ് ആക്കും. കണ്ടോ മുത്തുനബി താടിങ്ങനെ വാർന്ന് കറക്റ്റ് ആക്കും. നമ്മൾ പോകാനൊരുങ്ങുമ്പോ ഡ്രസ് ഇട്ട് അത്ര പൂശിയിട്ട് താടിയൊക്കെ മുടിയൊക്കെ വാർന്നിട്ട് ചിലപ്പോ അപ്പുറത്തുനിന്ന് പെണ്ണുമ്പിള്ള പറയും, എങ്ങട്ടാ പൊരുങ്ങണ, അങ്ങനെ പറയാൻ നിൽക്കണ്ട. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ മാറ്റിയൊരുങ്ങുമായിരുന്നു എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി ഇങ്ങനെ താടിയും മുടിയും ഒക്കെ ഇങ്ങനെ വാരുമായിരുന്നു സ്വഹാബാ. അപ്പൊ ഒരു ദിവസം ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഅൻത തഫഅലു അദാ, നിങ്ങളെ ഗ്ലാമറാക്കാണോ നബിയേ? കണ്ടോ നമ്മളെ പണ്ടല്ല ആയിഷ ബീവി ചോദിക്കാണ്, അല്ല എന്താ ഗ്ലാമറാക്ക? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുക, എന്താ ചോദിക്കുന്നോ?
അല്ല എന്താ ഈ കാണുന്നത്? നിങ്ങൾ മുടി വരെ, നിങ്ങൾ താടി വരെ. ആയിഷ ബീവിനെ ചോദിക്കാണ്. അവനെ നമ്മളെ പെണ്ണുങ്ങൾ ചോദിക്കണതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെന്തേ? ഞാൻ മുടി വാരിയാണ്. എന്തിന്? ഇദാ ഖറജർ റജുലു ഇലാ ഇഖ്വാനിഹി ഫൽയുഹയ്യി മിൻ നഫ്സിഹി ഫഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ ദൂനൽ ഇസ്റാഫ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നറിയാം. എന്നാലും പറയാനേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇദാ ഖറജർ റജുലു ഇലാ ഇഖ്വാനിഹി, ഒരു മനുഷ്യൻ അവന്റെ സഹോദരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ ഫൽയുഹയ്യി മിൻ നഫ്സിഹി, അവന്റെ ശരീരം അവൻ തയ്യാർ ചെയ്തു കൊള്ളട്ടെ. ശരീരം അവൻ തയ്യാർ ചെയ്ത് കൊള്ളണം. നല്ല ഡ്രസ് എടുക്കണം, സ്ത്രീയിട്ട് നല്ല മിനുക്കിയ നല്ല ഡ്രസ് എടുക്കണം. ആ ഡ്രസ് എടുത്തിട്ട് അല്ലാഹുവേ സുറുമകൾ നെയ്തി താടിയും മടിയൊക്കെ ചീകി പാകപ്പെടുത്തിയിട്ട് ഇദാ ഖറജർ റജുലു ഇലാ ഇഖ്വാനിഹി ഫൽയുഹയ്യി മിൻ നഫ്സിഹി, അവന്റെ ശരീരം അവൻ ശുദ്ധിയാക്കുക. മീശ വെട്ടുക, താടി വെട്ടുക. അല്ലാതെ താടി തോരങ്ങോട്ട് വളർത്തി പല പോലെ വളർത്തിയിട്ട് അങ്ങനെ കൊണ്ടെടുക്കുക, അങ്ങനെയില്ല. അതൊക്കെ കൃത്യമായി വെട്ടി ശരിയാക്കി കൊണ്ടെടുക്കുക. നല്ലതുപോലെ മീശ അങ്ങനെ, മുടി അങ്ങനെ. ഇത് ചില ആളുകളെ മീശ അങ്ങോട്ട് ഉണ്ടായിട്ട് ചുണ്ടനെ കാണൂല. പണ്ട് ആരോടോ മാസ്ക് താത്തോട് പറഞ്ഞില്ലേ, മാസ്ക് അല്ല അവന്റെ മീശ ഇരുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവരുത്. നല്ല മട്ടത്തിൽ എന്ത് ചെയ്യണം? വൃത്തിയിൽ കൊണ്ടടക്കണം. അവ വൃത്തി എന്ന് പറയുമ്പോ ഈ വാദങ്ങൾ നോമ്പ് ഒന്നിന് പറയേണ്ട ഉസ്താദെ, ഇപ്പളാ പറയാൻ കണ്ടത്, ഞാൻ അത്ര കേട്ടു, അങ്ങനെയൊന്നും പറയണ്ട. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറയുന്നത് ദൂനൽ ഇസ്റാഫ്, അമിതമാവണ്ട കേട്ടോ. വിശന്ന് പറഞ്ഞ പോലെ അമിതമാവരുത്. ദൂനൽ ഇസ്റാഫ്, ഇസ്റാഫ് വേണ്ട. കൂടുതൽ അങ്ങോട്ട് ലംഘണ്ട, കുറച്ച് കണ്ടായിക്കോട്ടെ, കുറച്ച് ഭംഗി ട്ടോ. ദൂനൽ ഇസ്റാഫ്, അമിതമാവാത്ത രൂപത്തില്, അതിൽ ആണും പെണ്ണും കണക്ക്, അമിതമാവാത്ത രൂപത്തില്. ഇനിയോ ചരിത്രം പറയുന്നത് കാണാൻ, ഇങ്ങനെ നല്ല ഡ്രസ്സും നല്ല വൃത്തിയിൽ ഇങ്ങനെ നടന്നാൽ എന്താ, കുറെ ആളുകൾ ഇങ്ങനെ ഓനെങ്ങനെ നോക്കും. അങ്ങനെയല്ല, അതല്ല. ഒരു നേതാവ് എപ്പോഴും നമ്മൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ നടക്കണം. വൃത്തിയിൽ ഇങ്ങനെ നടന്നാൽ തരാം കല്ല ഹമ്മുഹു, മനസ്സിൽ ടെൻഷൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിങ്ങൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ നടന്നു നോക്കി, നിങ്ങളെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അടുക്കളയ്ക്ക് പോകുമ്പോ പർദ്ദയും കയ്യൊറയും കാലറയും ബുർക്കിയും ഒക്കെ ഇട്ടുകൊണ്ട് അടുക്കളയിൽ പോകണം എന്നല്ല പറയണത്. ടെൻഷൻ പോവാൻ അങ്ങനെയല്ല. അടുക്കളേൻ്റെതായ ഡ്രസ്സ് ഉണ്ട്. അത് ഇപ്പൊ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയാണ്ട് അങ്ങോട്ട് ബുർക്കി ഇതൊക്കെ ഇട്ട് പോയാൽ അത് വലിയ പണിയാവും. അങ്ങനെയല്ല. അത് ഇടന്റെ അടുത്ത് അതിടുക. നല്ല ഡ്രസ്സ് ധരിച്ചവരെ, നല്ല വൃത്തിയിൽ നടക്കുന്നവരാരാ? കല്ല ഹമ്മുഹു, അവന്റെ മടിയും അവന്റെ മനസ്സിലെ ടെൻഷനും അള്ളാഹു എടുത്തു കളയുമെന്നാണ്. വമൻ താബരിഹു സാദ അക്ലഹു, ഒരാൾ അത്തർ പൂശിയാലോ, നല്ല സുഗന്ധം പൂശിയാലോ, സാദ അക്ലഹു, അവന്റെ ബുദ്ധി വർദ്ധിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കാനിരിക്കുന്ന മക്കൾക്ക് നിങ്ങൾ കുറച്ച് അത്തറി പുരട്ടി കൊടുക്കുക. എന്തിന്? ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതും കേട്ടിട്ട് പൂമ്പാറ്റകളെ അത്ര ഉണ്ടെങ്കിലേ പുസ്തകം തുറക്കൂ, അങ്ങനെ വാശി പിടിക്കണ്ട. അത്ര ഉണ്ടെങ്കിൽ കുറച്ചെന്ത് ചെയ്യാം? പുരട്ട, ഡ്രസ്സിൽ പുരട്ട. അത്തർ തേച്ച് കഴിഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി വർദ്ധിക്കും. നമ്മളെ പൂമ്പാറ്റകൾക്കൊക്കെ ഇടക്കിടക്ക് എന്ത് ചെയ്യാം? അത്ര തേച്ചു കൊടുക്കുക കേട്ടോ. അത്ര തേച്ചു കൊടുക്കുക. കാരണം അവരെ ബുദ്ധി വർദ്ധിക്കട്ടെ. ഇപ്പൊ പരീക്ഷയല്ലേ, പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ. അള്ളാഹു നല്ല വിജയം അള്ളാഹു നൽകട്ടെ.
എന്നോട് നാളെ ഒരു മാഷാറിന് ഉസ്താദേ നിങ്ങളാ പരീക്ഷാർത്ഥികൾക്ക് ദ്വാരിക്കണുണ്ടല്ലോ വല്ലാതാണ് ദ്വാരക്കല്ലേ കുറച്ചൊന്ന് കുറക്കിട്ടോ പേര് ഞാൻ പറയില്ല പേര് പറഞ്ഞാൽ ചിലപ്പോൾ പൂമ്പാറ്റകളും കുട്ടികളെല്ലാരും വേണ്ട മാഷ പോയി ചിലപ്പോൾ മഞ്ഞിക്കിടും അപ്പൊ എന്തേ മാഷ അങ്ങനെ പറഞ്ഞത് ആ ദുആ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓൾക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ആശ്വാസം കിട്ടാണ് അപ്പോൾ വളവന്മാരാ ഒരു തീരെ പഠിച്ചൂല അത് എനിക്ക് ദ്വാരങ്ങണല്ലോ ഞങ്ങൾ ജയിച്ചോളും അത് ശരിയാണ് അങ്ങനെ വല്ലാത്ത അങ്ങോട്ട് കുറഞ്ഞാല് അതൊക്കെ മജ്ലിസിൽ വെച്ച പേനുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയാല് മജ്ലിസിൽ വെച്ച പേനുണ്ട് ഒരു ബർക്കത്തുണ്ടാവും കേട്ടോ അത് വേറെ അതുകൊണ്ട് നല്ല മാർക്ക് കിട്ടും അതൊരു ബർക്കത്തുണ്ടാവും എന്നാലോ തീരെ പഠിച്ചാതെ പോകാൻ പറ്റുമോ പഠിച്ചു പോകാൻ പറ്റുമോ അത് പറ്റൂല നല്ലോണം പഠിക്കണം നല്ലോണം പഠിക്കണം പഠിക്കാനിരിക്കുമ്പോ മക്കൾക്ക് പഠിക്കാനിരിക്കുമ്പോ അതിനായിട്ട് സ്ഥലം ഉണ്ടാക്കണം സുബ്ഹാനല്ലാഹ് അതിനായിട്ട് സ്ഥലം മുണ്ടലി മൂലയിലാണ് അങ്ങനെയല്ല അതായത് മക്കൾക്ക് അതൊരു റാഹത്താണ് അവർക്ക് പഠിക്കാനായിട്ട് ഒരു ഏരിയ ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പുതിയ റൂമൊക്കെ ഇനിയിപ്പോ നാളെ കല്ലൊക്കെ ഇറക്കിയിട്ട് അതിന് പുതിയ റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയല്ല പറഞ്ഞത് അതിനൊരു ഏരിയ അതിനൊരു റൂം പഠനത്തിന് പഠിക്കാനിരിക്കുമ്പോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാണോ എന്നാ മക്കള് നല്ല ഉഷാറായിട്ട് പഠിക്കും അതാണല്ലോ ഇപ്പൊ ക്ലാസ് റൂം കണ്ടില്ല ഞങ്ങള് നല്ല ഭംഗിയിലാണ് നല്ല മട്ടത്തിലാണ് ക്ലാസ് റൂം കുറെ ചക്കന്റെ ഫോട്ടോ കുറെ ആനന്റെ ഫോട്ടോ കുറെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തോ ഒരു കാണാൻ തന്നെ ഭംഗിയാണ് മദ്രസ ക്ലാസ് റൂമും സ്കൂൾ ക്ലാസ് റൂമും ഒക്കെ കാണാൻ തന്നെ ഭംഗിയാണ് കാണുമ്പോ തന്നെ മക്കൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ തോന്നും അല്ലേ ചുമരുമ്പോ ഇങ്ങനെ പൂമ്പാറ്റോട് ചോദിച്ചോക്കണ്ടി ചുമരുമ്പോ ഇങ്ങനെ മുന്തിരിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ പറിക്കും ഇതൊക്കെ കാണാനൊരു രസമാണ് മക്കൾക്ക് പഠിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിയിലേക്ക് പോകുമ്പോ കുറച്ച് അത്തറ് പുരട്ടി കൊടുക്കുക കുറച്ച് തോന വേണ്ട കുറച്ച് ബർക്കത്തിന് അത്തറ് പുരട്ടി കൊടുക്കുക കാരണം എന്താ അതെല്ലാം ബുദ്ധി വർദ്ധിക്കാൻ കാരണമാണ് ഞാൻ ചരിത്രം ചുരുക്കുകയാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ വൃത്തിയായി നിങ്ങൾ നടക്കണേ സ്വഹാബാ നല്ല ഷൂവ് ധരിക്കണം നല്ല ചെരുപ്പ് തന്നെ ധരിക്കണം നല്ല ചെരുപ്പ് തന്നെ ധരിക്കണം ചെരുപ്പ് പുതിയത് വാങ്ങുമ്പോ ശ്രദ്ധിക്കാം ചെരുപ്പ് ഒരു സെട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് അതുകൊണ്ട് ഊരവേദന വരുന്ന ചെരുപ്പാവരുത് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് നല്ല ചെരുപ്പുകൾ വാങ്ങുക അതിലൊക്കെ വിശ്വാസികൾ അതിലൊക്കെ അൽഹംദുലില്ലാഹ് ജാഗ്രതയിലായിരിക്കണം നല്ല ഡ്രസ്സ് നല്ല വസ്ത്രം നല്ല വാച്ച് അതൊന്നും പറഞ്ഞതിന്റെ ആവശ്യമില്ല പക്ഷെ എങ്കിലും അങ്ങനെയാണ് വാഹനം വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയല്ല നല്ല വാഹനമല്ലേ വാങ്ങാം വാഹനമൊക്കെ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം എപ്പോഴും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഇടക്കൊക്കെ ചെരുപ്പൊക്കെ ഒന്ന് ഇടക്കൊന്ന് ഷൂവൊക്കെ നടക്കൊന്ന് കഴുകുക എപ്പോഴും നല്ല വൃത്തിയിൽ കണ്ടു കഴിഞ്ഞാല് അങ്ങനെ പറയുന്നത് നമ്മളടുത്ത് ഒരാൾക്ക് ഇരിക്കാനൊരു അകൽച്ച ഉണ്ടാവരുത് ഓന്റെ ഡ്രസ്സ് കണ്ടില്ല ഓന്റെ കോലം കണ്ടില്ല എങ്ങനെയാ ഓന്റെ അടുത്തൊക്കെ പോവുക അങ്ങനെ ആവരുത് ഒരാള് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ കൊണ്ട് സമാധാനം വേണം അങ്ങനെയാണ് എല്ലാവരും എന്ത് ചെയ്യണം നല്ല വൃത്തിയിൽ നടക്കണം പുറത്തുകൊക്കെ ഇറങ്ങുമ്പോ നല്ല വൃത്തിയിൽ നടക്കണം കാരണം എന്താ ഇന്നല്ലാഹു യുഹിബ്ബുൽ ജമാൽ അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ജമാലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാല് അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ ഇന്നലെ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭംഗി എന്നതിൽ നിങ്ങൾ കറുപ്പും വെളുപ്പും വേർതിരിച്ചരുതെന്നില്ലേ വെളുപ്പ് മാത്രമാണ് ഭംഗി എന്നല്ലേ തെറ്റിദ്ധരിച്ചത് പോലെ മണ്ടക്കൊന്ന് കൊടുക്കുക അങ്ങനെയല്ല എല്ലാ നിറത്തിനും അതിൻ്റെ ഭംഗിയുണ്ട് എല്ലാ നിറത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇപ്പൊ മുടിമക്ക് കറുപ്പ് മുടി കാണുമ്പോഴല്ലേ ഒരാൾക്ക് വെള്ള മുടിയാണെങ്കിൽ നോക്കടി അതിന്റെ തല നരച്ചു നോക്കിയാ നമ്മൾ പറയില്ലേ കാരണം എന്താ ആ ഭംഗി കറുപ്പാണ് അതുകൊണ്ടാണ് അപ്പൊ കറുപ്പിന് നമ്മളെ ചില ആളുകളെ തൊലി പറ്റ വെളുപ്പായിരിക്കും ചില ആളുകളെ തൊലി കറുത്തിട്ടായിരിക്കും ചില ആളുകളെ തൊലി ഈ രണ്ടും മിക്സ്ഡ് ആയിട്ടായിരിക്കും അതിനൊക്കെ അതിൻ്റെതായ ഭംഗിയുണ്ട് അല്ലാതെ ചൊർക്ക് കൂടുതലാ ഓള് ചൊർക്ക് കുറവാ ഓൻ ചൊർക്ക് കുറവാണ് ഓൻ ചൊർക്ക് കൂടുതലാണ് അങ്ങനെയൊന്നും ഒരാളെയും പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല അള്ളാഹു തന്നതിൽ അള്ളാഹു നമുക്ക് ഭംഗി തരും അള്ളാഹു തന്ന ഭംഗിയുണ്ടല്ലോ അത് നല്ല റാഹത്തിൽ കൊണ്ടു നടക്കാന്നല്ല അവട്ടങ്ങൾ അതും ഇതും തേച്ച് പിടിപ്പിച്ച് ഉറങ്ങുമ്പോഴൊക്കെ കാണാം ചിലപ്പോ മുഖത്തൊക്കെ അതും ഇതൊക്കെ ഇങ്ങനെ തേച്ചിട്ടുണ്ടാവും കുറെ തേച്ചിട്ടുണ്ടാവും എന്താ സുബ്ഹാനല്ലാഹ് ഈ കിടക്കണത് മനുഷ്യൻ തന്നെയാണ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ നല്ല മരുന്നുകള് ഡോക്ടർമാരും വൈദ്യന്മാരൊക്കെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകള് അതല്ലാതെ കാണുന്ന പരസ്യം മുഴുവൻ എല്ലാ മനുഷ്യനും കണ്ടല്ലോ യോ ആ മരുന്നെടുത്ത് തേച്ചപ്പോ കണ്ടില്ല ഒരൊറ്റ ക്ലീൻ ആവില്ല പരസ്യത്തിലൊക്കെ അങ്ങനെയൊക്കെ പരസ്യത്തിൽ ആ മരുന്ന് ഇങ്ങോട്ട് തേക്കുമ്പോ അവിടെ ഒരു പുള്ളി പോലും ഉണ്ടാവില്ല
എന്തൊരു മരുന്നില്ലേ. അങ്ങനെ ആവരുത്. അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ കാര്യം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. വൃത്തി നമ്മൾ കൈവിടരുത്. എല്ലാ ദിവസവും കുളിക്കാം നല്ലതുപോലെ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുക, പല്ല് തേക്കുക. പല്ല് തേച്ചാലൊക്കെ എന്തൊക്കെ കൂലിണ്ടറിങ്ങൾക്ക് എന്തെല്ലാം പ്രതിഫലം പല്ല് തേക്കുന്നതിനുണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അവസരം പോലെ പറഞ്ഞു. നഖങ്ങളൊക്കെ വെട്ടി നല്ല മട്ടത്തിൽ കൊണ്ട് നടക്കുക. നഖമൊന്നും തോനെ വളർത്തിക്കൊണ്ട് നടക്കരുത്. ചെറിയ കുട്ടികളെ നഖമൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ പറഞ്ഞു വരുന്നത് ചുരുക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ചെയ്തത് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും വല്യമാർക്കും ഇനി പോലെ പറഞ്ഞാൽ പറ്റുമോ, വല്യമാർക്കൊക്കെ കൊളാമ്പി എന്ന സാധനം ഉണ്ടാവും. കണ്ടുകണോ കൊളാമ്പി? അങ്ങനെ സാധനം ഉണ്ട്, ചോദിച്ചു നോക്കി. കൊളാമ്പി അതിലെന്തുണ്ടാവും, ഒരു വെറ്റിലെങ്ങനെ ചമച്ച് കാണ്ട് അതിൽ തുപ്പിയേക്കും. അതിന് കൊളാമ്പി വെക്കുക. കാണുന്നിടത്ത് മുഴുവൻ തുപ്പരുത്. ഇനി സുഖമില്ലാത്ത ഒരാൾ അങ്ങനെ തുപ്പിയാലോ, ഈ ബാപ്പത് ഈ ഇമ്മത് അങ്ങനെ പറയും ചെയ്യരുത്. കാരണം ഒരിക്കൽ സുഖമില്ലാഞ്ഞിട്ടാണ്. അത് തുപ്പാനായിട്ടാണ് കൊളാമ്പി ഉള്ളത്. കാണുന്നിടത്ത് മുഴുവൻ തരുത്, തുപ്പിയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇനി എന്റെ ഉമ്മയും ബാപ്പയും തീരെ സുഖമൊന്നുമില്ല, തീരെ സുഖമില്ലാത്ത പ്രായമുള്ള ഉമ്മയും ബാപ്പയാണ്. ഓല് ചിലപ്പം റൂമിൽ തന്നെ തുപ്പി എന്ന് കൂട്ടാ. ഞാൻ അതിനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് തെറ്റിപ്പോണ്ട ആവശ്യമില്ല. അതെന്താ, പാവാണ് ആ ഉമ്മാക്കൊരു ആപതുണ്ടെങ്കിൽ ആ ഉമ്മ പുറത്തേക്ക് തുപ്പുള്ളൂ. ആ ബാപ്പക്ക് പുറത്തേക്ക് നടന്നു പോവാൻ കഴിയുമെങ്കിലേ ഇങ്ങളതിനൊന്നും നിൽക്കൂല. ആ ബാപ്പ സ്വന്തം തന്നെ പുറത്തു പോയി തുപ്പും. പക്ഷേ ഇപ്പൊ കഴിയണില്ല, ക്ഷീണാണ്, തളർച്ചയാണ്, കഥപ്പാണ്. രണ്ടടി നടക്കുമ്പോ തന്നെ ഒരു കഥപ്പാണ്. അപ്പൊ ചിലപ്പോ ബാപ്പ അവിടെ തന്നെ തുപ്പിന്ന് വരും. അത് കൈയോണ്ട് തോത്തിയെടുക്കുക. അതിന് അള്ളാഹു നമുക്ക് സ്വർഗം തരും. ഇനി മരുവൾ അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, തുപ്പിയൊക്കും വേണ്ട, അത് വേറെ. അപ്പൊ എല്ലാ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സുഖമില്ലാത്ത ആളുകളെ അവരെ നമ്മൾ പ്രത്യേകം പരിഗണന. പാവങ്ങളാണോ, അല്ലാഹുൽ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എത്ര ഉമ്മാമമാരും വല്ലിപ്പാരും സുഖമില്ലാതെ വാഹനത്തിനും വീൽ ചെയറിലൊക്കെ ഇരുന്ന് വന്നിട്ട് ഉസ്താദെ ഒന്ന് ദ്വാരിക്കണം എന്ന് പറഞ്ഞു വരുന്ന എത്ര പാവപ്പെട്ട ഉപ്പമാരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ വജഅൽനാ മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ദുആഇന്റെ അർത്ഥമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ വീട് വൃത്തിയുള്ളതാവണം, അടുക്കള വൃത്തിയുള്ളതാവണം. വീട് വൃത്തിയുള്ളതാവണം. അടുക്കാട്ടുകൾ അടിച്ചു വാരിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുക. ആകെ പരന്നിടരുത്. രാത്രി സമയത്ത് ഒരിക്കലും തന്നെ അടുക്കളയിലും വീട്ടിലും ഭക്ഷണങ്ങൾ തുറന്നു വെക്കരുത്. പാത്രങ്ങൾ കഴുകാൻ ബാക്കിയുള്ളതായി മാറ്റരുത്. അതെല്ലാം നിങ്ങൾ ആ സമയത്തിന് കഴുകണേ. അങ്ങനെയാണ് വേണ്ടത്. അതൊക്കെ ഇനി നാളെ നോക്കാം. എന്നെങ്കിലും ഒരു ദിവസം കൊയങ്ങുമ്പോ അങ്ങനെ ചെയ്യാന്നല്ലാതെ എന്നും അങ്ങനെ ചെയ്യരുത്, എന്നും അങ്ങനെ ശീലാക്കരുത്. അതൊക്കെ നല്ലതുപോലെ അടച്ചു വെച്ച് കൃത്യമായിട്ട് ഉമ്മമാരെ അതൊക്കെ നല്ല റാഹത്തിൽ ചെയ്യും. പാത്രങ്ങളൊക്കെ അടുക്കി വെക്കും. അടുക്കളയിലൊക്കെ ചെന്നാൽ എന്തൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ എന്ന് നിത്യോപയോഗ സാധനല്ലേ. നിത്യോപയോഗ സാധനം അങ്ങനെയൊക്കെ അടക്കി വെക്കണ വിഷയത്തിൽ നിങ്ങൾ തന്നെയാണ് ഉഷാറ്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു വർക്ക്ഷോപ്പിൽ നോക്കിയാൽ വർക്ക്ഷോപ്പിൽ സ്ക്രൂ ഡ്രൈവർ അവിടെ ഉണ്ടാവും, 5ന്റെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഉണ്ടാവും, 10 ഇവിടെ ഉണ്ടാവും, 220 ഇവിടെ ഉണ്ടാകാൻ. ഇതുപോലെ എന്നുകൊടുക്കാല്ലാണ്ട് ചിലപ്പോൾ ഇവിടുന്ന് മാറ്റിയാണ്ട് അവിടുന്ന് മാറ്റിയാണ്ട് ഇവിടുന്ന് മാറ്റിയാണ്ട് അതൊക്കെ എന്നും അങ്ങനെ തന്നെ വെക്കുക. സാധനങ്ങളൊക്കെ അങ്ങനെ വെക്കുക. പക്ഷെ സഹോദരിമാരങ്ങനെയല്ലല്ലോ. മുളകും പൊടി എന്നുകൊടുക്കാല്ല അരിച്ചാണ്ട് എപ്പോഴും അടുപ്പത്താ വെക്കുക. അതൊക്കെ വെക്കേണ്ടി ഓർത്ത് വെക്കും അല്ലേ. പഞ്ചസാര അത് എന്നും എടുക്കാനില്ലല്ലടി എന്ന് പറഞ്ഞാട് അത് അവിടെ തന്നെ വെച്ചാൽ അവര് വെക്കോ, എറുമ്പ് വരൂലേ. അപ്പൊ ഉമ്മമാരെ അതൊക്കെ നല്ല മട്ടത്തിൽ അടക്കിയേക്കും, നല്ല റാഹത്തിൽ അത് അടക്കിയേക്കും. പക്ഷെ നോക്കുമ്പോ അങ്ങനെ നോക്കണം എന്നുള്ളത്. ഇപ്പൊ പഞ്ചസാരയാണോ അതോ ബൂസ്റ്റാണോ? ബൂസ്റ്റിന്റെ കുപ്പിമൊക്കെ ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും. നമ്മള് ബൂസ്റ്റാണ് ഇരച്ചാണ്ട് എന്ത് ചെയ്യണ്ട, ബൂസ്റ്റും കുപ്പി ഇങ്ങനെ എടുക്കും, അങ്ങനെ നോക്കും. ബൂസ്റ്റും കുപ്പിന്നാണോ, ഉള്ളി ചോപ്പ് കാണുന്നുണ്ട്, ബൂസ്റ്റിന്റെ പൊടി തന്നെ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തൊള്ളേക്കിടും. ചിലപ്പോൾ അതിൽ മുളകും പൊടിയൊക്കെ ഉണ്ടാകുക.
കാരണം ബൂസ്റ്റിന്റെ കുപ്പി ഈ വേസ്റ്റ് ആക്കൂലല്ലോ നമ്മള്. വേസ്റ്റ് ആക്കാൻ നമുക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. വേസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ, എന്റെ കുപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു 10 രൂപേന്റെ കുപ്പിയാണ്, വേസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ വെച്ചാണ്ട് ഇമ്മയിൽ എന്ത് ചെയ്യും, മുളകും പൊടി ഇടും. അപ്പൊ ഈ മുളകും പൊടിന്റെ ചോപ്പും ബൂസ്റ്റും പൊടിന്റെ ചോപ്പും കാണുമ്പോഴേ ടക്ക ഇത് ബൂസ്റ്റ് തന്നെയാടാ ആളിയാ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ പറഞ്ഞു വരുന്ന എല്ലാം കൃത്യമായിട്ട് നല്ലതുപോലെ നമ്മൾ അടക്കി ഒതുക്കി വെക്കണം. അടക്കി ഒതുക്കി അച്ചടക്കം വേണം. ഡ്രസ്സ് വെക്കുന്ന വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഡ്രസ്സുകൾ അടക്കി ഒതുക്കി വെക്കുക. എല്ലാത്തിലും ഒരു തർത്തീബ്, ഒരു ഭദ്രത നമുക്ക് എപ്പോഴും വേണം. ഉസ്താദ് അങ്ങനെ എടുത്തത് നിന്നത് കൊണ്ടാണ് ഉസ്താദ് അതൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടല്ലോ അതൊക്കെ അങ്ങനെ പറയാൻ കഴിയണം. അത് പോട്ടെ, നിങ്ങൾ അയിമ കൂടല്ലേ, അതൊക്കെ എനിക്ക് നല്ല എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇന്നെ മാത്രം പറഞ്ഞ എല്ലാവരും ജീവിതത്തിലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ പറയണില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം നിർത്തുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീൻ. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. എല്ലാം കൊണ്ട് ശുദ്ധിയാവണം. മനസ്സ് ശുദ്ധിയാക്കേണ്ട കാര്യം പറഞ്ഞു, ശരീരം വൃത്തിയാക്കേണ്ട കാര്യം പറഞ്ഞ്, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ വൃത്തിയാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ വീട് വൃത്തിയോനെ കൊണ്ട് നടക്കുക, വീടും വൃത്തിയുള്ളതാക്കണം. നിങ്ങളെ വീട് നിങ്ങൾ വൃത്തിയാക്കണം. അത് നല്ലതുപോലെ നിങ്ങൾ അടിച്ചുവാരി നല്ല റാഹത്തിൽ കൊണ്ട് നടക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാബിയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ വീടിന്റെ മുറ്റത്ത് കുറച്ച് ചപ്പ് ചവര കണ്ടപ്പോ ആരംഭ റസൂലുള്ള സ്വന്തം കൈകൊണ്ടത് എടുത്തു മാറ്റി എന്നാണ്. സുബ്ഹാനല്ലാഹ് ഉസ്താദേ, അതൊന്നുകൂടി പറഞ്ഞാണി. ഒന്നുകൂടി പറഞ്ഞാണി. എന്താ? മുത്ത് റസൂലുള്ള സ്വന്തം കൈകളെ കൊണ്ടത് എടുത്തു മാറ്റി എന്നാണ്. ഒന്നുകൂടി മാറി ഉസ്താദേ. മുത്തുനബി സ്വന്തം കൈകളെ കൊണ്ടത് എടുത്തു മാറ്റി എന്നാണ്. ഇവിടെ വന്നാ കണ്ടില്ലേ? അങ്ങനെ മുത്തുനബി പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം കൈകളെ കൊണ്ട് മുറ്റം വൃത്തിയാക്കി എന്നാണ്. ബാപ്പമാരെ, നമുക്കും ഉമ്മമാരെ കൂടെ മുറ്റം വൃത്തിയാക്കാം, കൂടാം. വീട് വൃത്തിയാക്കാം, നമുക്കും കൂടി കൊടുക്കാം. ഉമ്മമാരെ, മുറ്റമെല്ലാം വൃത്തിയാക്കണം, വീടും പരിസരമെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയുള്ള ഒരു കുടുംബമായി നമ്മളെ മാറണം. ഒരു ഭംഗിയുള്ള കുടുംബമായി നമ്മളെ മാറണം. ഒരു ശുദ്ധിയുള്ള കുടുംബമായി നമ്മളെ മാറണം. മാനസികമായി വൃത്തിയുള്ള കുടുംബമാവട്ടെ. ആരോട് പിണക്കമില്ലാത്ത ഉമ്മയാണ് വീട്ടിലെ ഉമ്മ എന്നുണ്ടെങ്കിൽ ആ കുടുംബം നല്ല വൃത്തിയുള്ള ഉമ്മയാണ്, നല്ല വൃത്തിയുള്ള കുടുംബമാണ്. പിണക്കമില്ലാത്ത കുടുംബമാണെങ്കിൽ, മനസ്സിന്റെ അകത്ത് പോരില്ലാത്ത കുടുംബമാണെങ്കിൽ ആ കുടുംബം പിന്നെ സന്തോഷത്തിന്റെ കുടുംബമാണ്. അതേ പ്രകാരം ശരീരവും വീടും വസ്ത്രവും ശരീരവും എല്ലാം വൃത്തിയായി കൊണ്ടു നടക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ അല്ലാഹു എപ്പോഴും ബറക്കത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കുമെന്നാണ്. ഇതെല്ലാം പറയുന്നത് എന്തിനാണ്? മുത്തു റസൂലുള്ള അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ലേ, വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തി റബ്ബേ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി റബ്ബേ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഈമാനുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗബയുടെ കവാടം എന്ന വിഷയം കേൾക്കുന്നവരെ, ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം തൗബക്കുള്ള ഷർത്തുകൾ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മറക്കല്ലേ. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോവല്ലേ. ഇന്ന് 23 രാവാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിറങ്ങുന്ന മാസമാണ്. 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള പവിത്രമായ ലൈലത്തുൽ ഖദറിറങ്ങുന്ന മാസമാണ്. ആ ലൈലത്തുൽ ഖദറിറങ്ങുന്ന രാത്രിയിലെ എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും പേരമക്കളൊക്കെ ഒരുമിച്ചിരുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ദിക്ർ ചൊല്ലുക, 500 ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മുടെ വിഷമങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞിട്ട് അല്ലാഹ്
എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്ക റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലിങ്കുകൾ കമന്റിലുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യാം. അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മ കബൂലാക്കട്ടെ. അള്ളാഹ് സമയം 3:53 ആയിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തുടങ്ങാനും കുറച്ച് വൈകിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് നല്ല ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഒരുപാട് ആളുകൾക്ക് കാണാൻ കഴിയാതെ തിരിച്ചു പോയവരുണ്ട്. അള്ളാഹു വിലക്ക് വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഇന്ന് മുസ്തഫാഖാന്റെ വീട്ടിൽ ഇന്നലെ ഇവിടെ നോമ്പറ അവിടെ പോയപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ. അള്ളാഹുൽക്കൊക്കെ റാഹത്തും സമാധാനവും സന്തോഷം കൊടുക്കുമാറാവട്ടെ. ചില ആളുകൾ നമ്മുടെ അറിവിനിലാമിന്റെ സ്നേഹ വീട്ടിലേക്ക് സംഭാവനകൾ അയച്ചിട്ട് പോകുന്നില്ല എന്നല്ല പരാതി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ 2-3 തവണ വീണ്ടും ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് റെഡി ആയിക്കോളും. ഇനി ഒരു അക്കൗണ്ട് കൂടി വരുന്നുണ്ട്. ആ അക്കൗണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ നാളെ ഇൻഷാ അല്ലാഹ് ആ അക്കൗണ്ട് കൂടി അറിയിക്കും. ഇനി ഇതിലേക്ക് ചെയ്തിട്ട് പോവാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. എല്ലാവരും നമ്മളെ മക്കളെ കാര്യം, നമ്മളെ എത്തിയ മക്കളെ കാര്യം മറക്കരുത്. നിങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന അറിയാം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയണത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. നിങ്ങളും ഏറ്റെടുക്കാൻ, നിങ്ങളെ അയൽവാസികളെ കൊണ്ട് നിങ്ങൾ പറയാം, നിങ്ങളെ എത്ര ആളുകളുണ്ട് അവരെ കൂട്ടുകാരെ കൊണ്ടൊക്കെ അതിലേക്ക് സംഭാവനകൾ ഏൽപ്പിക്കുന്നവർ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തും റഹ്മത്തും നൽകട്ടെ, സന്തോഷം നൽകട്ടെ. സമയമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അടുക്കള ജോലിന്റെ ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ടൈം കഴുകുന്നില്ല. ഇന്നത്തെ രാത്രികത്തെ മജ്‌ലിസിൽ വെച്ച് കാണാം. ഇന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട്, സ്വർണം തന്നവര്, സംഭാവന തന്നവര്, ഉൽക്കൊക്കെ ഇന്ന് രാത്രികത്തെ മജ്‌ലിസിൽ നിന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഈ മജ്‌ലിസിൽ നിന്ന് പ്രത്യേകം നിങ്ങൾക്കൊക്കെ ദ്വാരക്കും എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിട്ട്. അപ്പൊ എല്ലാവരും നോമ്പർക്കാൻ വിളിയോണ്ട് വിളിയാ. ഞാനങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ അവസാനം രാവിലെ വെച്ചിട്ട് നിങ്ങൾ വിളിക്കണേ, വരൂലെന്ന് ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് എന്നാലും വേണ്ടില്ല. അൽഹംദുലില്ലാഹ് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും ആ ലിങ്കുകൾ ഷെയർ ചെയ്തോ? ഒരാള് 10 ആൾക്കാർക്കെങ്കിലും ചുരുങ്ങിയ കൊടുക്കി, എല്ലാവരും കൊടുക്കി, എല്ലാവരും ഷെയർ ചെയ്യും, എല്ലാവരും ഷെയർ ചെയ്യും. നിങ്ങളെ കാരണം കൊണ്ട് ഒരാൾ ഇന്ന് ലൈലത്തുൽ ഖദ്റിന്റെ മജ്‌ലിസിൽ നിന്ന് ദിക്ർ ചൊല്ലിയാൽ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടല്ലേ? നിങ്ങളെ നാട്ടിലോ നിങ്ങളെ പള്ളിയിലോ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പങ്കെടുക്കണം കേട്ടോ. ചില ആളുകളെ നാട്ടിൽ അല്ലെങ്കിൽ ചില ആളുകളെ പള്ളിയിൽ എന്തുണ്ടാവും, പ്രോഗ്രാം ഉണ്ടാവും, ചില സ്ഥാപനങ്ങളിൽ പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദയവ് ചെയ്യാത്ത അവിടെ തന്നെ പങ്കെടുക്കണം. അവിടെ പങ്കെടുത്താലും ലൈലത്തുൽ ഖദ്റിന്റെ കൂലി കിട്ടും. അല്ലാതെ അറിവിന്ദിലാവിൽ മാത്രം ഇരുന്നാലും കിട്ടുമൊന്നുമില്ല. വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കാണോ? നിങ്ങൾ ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് തന്നെ ഇരുന്നോളി കേട്ടോ. ലിങ്കുകൾ എല്ലാവരും ഷെയർ ചെയ്യാം, എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. നാട്ടിലെ പ്രോഗ്രാമിനൊക്കെ പോകേണ്ടത് നമ്മളാണ്, നാട്ടിലെ മജ്‌ലിസിൽ പങ്കെടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തന്നെ അവിടെ സജീവമാവണം, നമ്മൾ തന്നെ അവിടെ സംഭാവനകൾ കൊടുക്കണം, നമ്മൾ തന്നെ അവിടെ ഉഷാറാക്കണം, നമ്മൾ തന്നെ അവിടെ തുറപ്പിച്ചാൻ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നമ്മൾ ഉഷാറാക്കണം. അതിന് നിങ്ങൾ പങ്കെടുക്കാൻ തന്നെ വേണം കേട്ടോ. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. എങ്കിലും നിങ്ങൾ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന അറിയാം, അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ പുണ്യ റമളാനിന്റെ പവിത്രമായ ഈ സുദിനത്തിലെ മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളോട് വിട പറയുമ്പോ അല്ലാഹ് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നോട് കെഞ്ചുകയാണ് റബ്ബേ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. കത്തിയാണെന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. വദ്ഖിലിൽ ജന്നാ, നിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുക അല്ലാഹ്. اللهم إنك عفو تحب العفو فاعف عني. റബ്ബേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പാക്കുന്നവനാണ്, നീ മാപ്പാക്കുന്നവനാണ് റബ്ബേ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവോട് മനസ്സറിഞ്ഞ് നമ്മൾ തൗബ ചെയ്യുകയാണ്. ഇതൊരു തൗബയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് ചോദിക്കുക. അല്ലാഹു റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ.
اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني.
اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
ഒരു 3 ദിക്റ് കൂടി ചൊല്ലുക. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عني. اللهم أعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിൽ നിന്ന് ചൊല്ലിയ അദ്കാറുകൾ റബ്ബേ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ പവിത്രമായ റമളാൻ ഞങ്ങളോട് വിട പറയാൻ ഇറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് റഹ്മാനെ ഒരുപാട് നേരം ഞങ്ങൾ ദിക്ർ ചൊല്ലി അല്ലാഹ്, ഒരുപാട് നേരം ഞങ്ങൾ ദിക്ർ ചൊല്ലി അല്ലാഹ്. ഖബൂൽ ചെയ്യണേ നാദാ, സ്വീകരിക്കണേ അല്ലാഹ്. ആ ദിക്റുകളെല്ലാം ഞങ്ങളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഖബറിലേക്കുള്ള വരുമാനമാക്കി തരണേ അല്ലാഹ്. الحمدلله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്റി തരണമല്ലാ, ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം നീ നീക്കി തരണമല്ലാ. ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ, മനസ്സിന് സന്തോഷം നൽകണം അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, രാജാധിരാജനായ അല്ലാഹ്. അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ റഹ്മാനേ. ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്കുക അല്ലാഹ്, ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്കുക അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ എത്തി മക്കളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. പാവപ്പെട്ട എൻ്റെ ഉമ്മ ഖബറിലാണ് റബ്ബേ, ഉമ്മാന്റെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് റബ്ബേ, വിശാലമാക്ക് റബ്ബേ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവര് അല്ലാഹുവേ ഖബറുകളെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ആ ഖബറുകൾ നീ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനേ. ആ ഖബറുകൾ നീ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനേ. ആ ഖബറുകൾ നീ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവര്, വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവര് അല്ലാഹ്, എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.
കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കണേ റഹ്മാനേ. കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽക് റബ്ബേ. കുടുംബ ജീവിതത്തിൽ നീ റഹ്മത്ത് നൽക് റബ്ബേ. കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കുക അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഓരോ ദിവസവും ഇവിടെ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന എത്രയെത്ര ആളുകൾ, അവരുടെ എല്ലാവരുടെ സങ്കടങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.